ന്യൂസ് ആൻഡ് വ്യൂസ് ആരംഭിക്കുകയാണ്. ബാർ ശബ്ദരേഖയിൽ പ്രതിപക്ഷം കൊണ്ടുവന്ന അടിയന്തര പ്രമേയത്തിന് എന്ത് സംഭവിച്ചു? ഭരണപക്ഷത്തിന് ആഘാതമേൽപ്പിക്കാനായോ അതോ തിരിച്ചടിയായോ? മദ്യനയം രൂപീകരിക്കാൻ ചുമതലപ്പെട്ട എക്സൈസ് വകുപ്പിന്റെ അവകാശത്തിലേക്ക് ടൂറിസം വകുപ്പ് കടന്നുകയറിയെന്ന് സ്ഥാപിക്കാനാണ് റോജി എം ജോണും വി ഡി സതീശനും ശ്രമിച്ചത്. എക്സൈസ് മന്ത്രിയുടെ ഓഫീസ് കൊടുത്ത പരാതിയിലും പ്രതിപക്ഷം തർക്കിച്ചു. ബാർ മുതലാളി ശബ്ദരേഖയിൽ പറഞ്ഞ പണപ്പിരിവിനെ പറ്റിയല്ല, മറിച്ച് ശബ്ദരേഖ പുറത്തു വന്നത് അന്വേഷിക്കാനാണ് പരാതി നൽകിയതെന്നാണ് പ്രതിപക്ഷം ആരോപിച്ചത്. ഇതിന് മന്ത്രി എം ബി രാജേഷ് നൽകിയ മറുപടിയാണ് ശ്രദ്ധിക്കേണ്ടത്. മദ്യനയം രൂപീകരിക്കുന്നത് എങ്ങനെയാണെന്ന് ആദ്യം വ്യക്തമാക്കി. എക്സൈസ് മന്ത്രി സ്റ്റേക്ക് ഹോൾഡേഴ്സുമായി ചർച്ച ചെയ്ത് കരട് നയം തയ്യാറാക്കി രാഷ്ട്രീയ തീരുമാനമെടുത്ത് ക്യാബിനറ്റിൽ വെച്ച് മദ്യനയം തീരുമാനിക്കുന്നു. ആ തരത്തിലുള്ള പ്രാഥമിക ചർച്ച പോലും എക്സൈസ് മന്ത്രി ആരംഭിച്ചിട്ടില്ല. അതാകട്ടെ മറ്റന്നാൾ നടക്കാൻ പോകുന്നതേയുള്ളൂ. ടൂറിസം വകുപ്പ് ഇതാദ്യമായി മദ്യനയത്തിൽ ഇടപെട്ടുവെന്ന് ആരോപിച്ച പ്രതിപക്ഷത്തോട് രേഖകൾ വെച്ചാണ് മന്ത്രി സംസാരിച്ചത്. കഴിഞ്ഞ UDF സർക്കാരിൻ്റെ കാലത്ത് മദ്യനയം ടൂറിസം രംഗത്ത് സൃഷ്ടിച്ച ആഘാതത്തെപ്പറ്റി പഠിച്ച വിദഗ്ധ സമിതി റിപ്പോർട്ടും ടൂറിസം സെക്രട്ടറി അക്കാലത്ത് അതിന് ചുമതലപ്പെടുത്തിയതും UDF ആണെന്ന് പ്രതിപക്ഷത്തെ ഓർമ്മിപ്പിച്ചു. ആ നിങ്ങളാണ് ഇപ്പോൾ ടൂറിസം ഡയറക്ടറുടെ ഒരു യോഗത്തെ പിടിച്ച് ഇതൊക്കെ പറയുന്നതെന്ന് വെടിപ്പായി പറഞ്ഞു വെച്ചു. കെ ബാബു എക്സൈസ് മന്ത്രിയായിരിക്കെ 2015 മാർച്ച് 17 സ്റ്റാർഡ് ക്വസ്റ്റ്യൻ നമ്പർ 152 സഭയിൽ നൽകിയ മറുപടി ഇതിൻ്റെ വ്യക്തമായ തെളിവായി സഭയ്ക്ക് മുമ്പാകെ അവതരിപ്പിച്ചു. സഭയിൽ ഇത് കേട്ടിരുന്ന കെ ബാബുവിനോ പ്രതിപക്ഷ നേതാവിനോ തർക്കിക്കാൻ പോലുമായില്ല. ഡ്രൈ ഡേ പിൻവലിക്കാൻ പോകുന്നു എന്ന ഇപ്പോഴത്തെ പുകിലിൽ മന്ത്രി നൽകിയ മറുപടി പ്രതിപക്ഷം ഒരിക്കലും പ്രതീക്ഷിച്ചിരിക്കില്ല. 2014 ഡിസംബറിൽ കൊണ്ടുവന്ന ആ വർഷത്തെ മൂന്നാമത്തെ മദ്യനയത്തിൽ 52 ആഴ്ചകളിലെ ഡ്രൈ ഡേ പിൻവലിച്ചത് കെ ബാബുവും ഉമ്മൻചാണ്ടിയും കൂടിയാണെന്ന് പറഞ്ഞതോടെ അടിയന്തര പ്രമേയത്തിൻ്റെ കാര്യത്തിൽ ഏതാണ്ട് തീരുമാനമായി. അതിന് എത്ര പിരിച്ചു എന്ന ചോദ്യം കൂടി മന്ത്രി എറിഞ്ഞു. ബാർ ശബ്ദരേഖയിൽ അടിയന്തര പ്രമേയം വേണ്ടാത്ത പണിയാണെന്ന് മനസ്സിൽ പറഞ്ഞവരും കാണും. ഇല്ലാത്ത മദ്യനയത്തെക്കുറിച്ച് കിംവദന്തി പരത്തി പണം പിരിക്കാൻ നടത്തുന്ന ശ്രമങ്ങൾ അന്വേഷിക്കണമെന്ന പരാതിയുടെ അവസാന വരി കൂടി വായിച്ച് പ്രതിപക്ഷം കൊണ്ടുവരാൻ ശ്രമിച്ച ട്വിസ്റ്റ് എം ബി രാജേഷ് പൊളിച്ചു. പ്രതിപക്ഷത്തിൻ്റെ വ്യാജ നിർമ്മിതികൾ അവർക്ക് തന്നെ തിരിച്ചടിയാകുന്ന സഭാ കാഴ്ചകൾ. കുരുക്കിന് പാകമായ കഴുത്തു തിരയുന്ന പ്രതിപക്ഷവും കുരുക്കുമുറുക്കാൻ പ്രതിപക്ഷത്തിനായി പണിയെടുക്കുന്ന മാധ്യമങ്ങളും ചർച്ചയായപ്പോൾ ആരോ പ്രതിപക്ഷത്തോട് പറയുന്നുണ്ടായിരുന്നു, കുരുക്കിന് പാകമായ കഴുത്ത് നിങ്ങളുടെ പക്കലാണ്. ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ശ്രീ പി ചിത്തരഞ്ജൻ MLA CPIM, പ്രൊഫസർ റോണി കെ ബേബി കോൺഗ്രസ്, M ജയചന്ദ്രൻ മാധ്യമപ്രവർത്തകൻ. ശ്രീ ചിത്തരഞ്ജൻ, ആദ്യം താങ്കളോടാണ്. ഇന്ന് സഭയിൽ കൊണ്ടുവന്ന ഈ അടിയന്തര പ്രമേയം താങ്കൾ ചർച്ചയിൽ അത് ശ്രദ്ധയോടെ കേട്ടിരിക്കുന്ന സഭാ ദൃശ്യങ്ങൾ ഞാൻ കണ്ടിരുന്നു. ഇന്ന് റോജി ആയാലും പ്രതിപക്ഷ നേതാവായാലും ആ ബാർ മുതലാളിയുടെ വളരെ മുമ്പ് തന്നെ വിവാദമായി വന്ന് അതിൻ്റെ എല്ലാ തരത്തിലുള്ള വിവാദ ഹരവും നഷ്ടപ്പെട്ട് നിൽക്കുന്ന ഒരു വിഷയത്തെയാണിന്ന് അടിയന്തര പ്രമേയമായി പ്രതിപക്ഷം കൊണ്ടുവന്നത്. അതവിടെ നിൽക്കട്ടെ. ആ അടിയന്തര പ്രമേയത്തിൽ യഥാർത്ഥത്തിൽ ആ ബാർ മുതലാളിയുടെ ശബ്ദരേഖ വ്യാഖ്യാനിച്ചുകൊണ്ട് അതിൽ പണപ്പിരിവ് നടത്തിയെന്നും ആ പണം പിരിച്ചത് സർക്കാരിലേക്ക് എത്തിയെന്നും മന്ത്രിയിലേക്ക് എത്തിയെന്നും തരത്തിലേക്കും അതുപോലെ മദ്യനയത്തെ തീരുമാനിക്കുന്നതിലേക്ക് ടൂറിസം വകുപ്പ് ഇടപെടുന്നു എന്ന നിലയിൽ ടൂറിസം മന്ത്രിയെ അതിലേക്ക് കൊളുത്താനും അതിലൂടെ പ്രതിപക്ഷം ലക്ഷ്യം വെക്കുന്നത് എന്താണെന്ന് മനസ്സിലാവും. അപ്പോൾ ആ രൂപത്തിൽ നീങ്ങിയ ഒരു പ്രതിപക്ഷം ആ ശബ്ദരേഖയെ ആ രീതിയിൽ വ്യാഖ്യാനിക്കുന്നതുമാണല്ലോ ഇന്ന് സഭയിൽ കണ്ടത്. ആ നിലയിൽ പ്രതിപക്ഷം സർക്കാരിന് നേരെ ഒരു വലിയ ശ്രമം നടത്തി എന്നത് വസ്തുതയല്ലേ? അല്ല, പ്രതിപക്ഷത്തിൻ്റെ ഇന്നത്തെ ആരോപണം നമ്മൾ സാധാരണ നാട്ടുഭാഷയിൽ പറയുന്നതല്ല, ഉണ്ടയില്ലാത്ത വെടിയായി മാറി. കാരണം നമുക്കറിയുന്നത് പോലെ 2-3 ദിവസക്കാലം കേരളത്തിൽ ഈ ബാർക്കോഴ എന്നുള്ള നിലയിൽ ഒരു പുതിയ പേര് കൊടുത്തുകൊണ്ട്, പഴയ ബാർക്കോഴ ആരെങ്കിലും ഒന്ന് ഓർത്തോട്ടെ എന്നുള്ള നിലയിൽ പുതിയൊരു പേരൊക്കെ കൊടുത്ത് നമ്മുടെ സംസ്ഥാനത്ത് അവതരിച്ചിരുന്നതാണ്. പക്ഷേ അത് ചാപിള്ളയായിപ്പോയി. അത് കഴിഞ്ഞപ്പോൾ പിന്നീട് അതിനെക്കുറിച്ചൊരു അനക്കമില്ലായിരുന്നു. ഇപ്പോൾ നിയമസഭ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ അവർക്കുള്ള വിഷയദാരിദ്ര്യം അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഇന്ന് തന്നെ ഇങ്ങനെ ഒരു വിഷയം അവർ എടുക്കാൻ തയ്യാറായത്. യഥാർത്ഥത്തിൽ കാര്യകാരണ സഹിതം കൃത്യതയോടുകൂടി കേരളത്തിലെ ബഹുമാനപ്പെട്ട എക്സൈസ് വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി ശ്രീ എം ബി രാജേഷ് സഭയിൽ നടത്തിയിട്ടുള്ള വിശദീകരണം, ആ വിശദീകരണം കേട്ടിട്ടുള്ള ഏതൊരാൾക്കും പ്രതിപക്ഷം യഥാർത്ഥത്തിൽ ഇങ്ങനൊരു പ്രശ്നം ഇന്ന് ഉന്നയിക്കേണ്ടതുണ്ടായിരുന്നോ എന്ന് അവരോട് തന്നെ ചോദിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല.
അപ്പുറത്ത് പുറകിലിരുന്ന് 3-4 പേർ സ്ഥിരമായി ഉച്ചയുണ്ടാക്കുന്ന പ്രതിപക്ഷത്തുള്ള ചില അംഗങ്ങൾ ചില ശബ്ദങ്ങളൊക്കെ പുറപ്പെടുവിച്ചു എന്നുള്ളതല്ലാതെ പ്രതിപക്ഷത്തുള്ള മറ്റുള്ള ആൾക്കാർ ഈ സമയത്ത് അവരുടെ മുഖഭാഗവും ഭാവിച്ചാൽ നമ്മൾ ശ്രദ്ധിച്ചാലും ഈ കാര്യം ബോധ്യപ്പെടുന്നതാണ്. യഥാർത്ഥത്തിൽ വരുന്ന 12 ഈ ജൂൺ മാസം 12, 13 തീയതികളിലാണ് ആദ്യ റൗണ്ട് ചർച്ച നടക്കാൻ പോകുന്നത്. അത് സാധാരണയുള്ള ഈ സ്റ്റേക്ക് ഹോൾഡേഴ്സുമായി എക്സൈസ് വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിമാരാരായാലും ഏത് ഗവൺമെൻറ് കാലത്തായാലും നയത്തെ സംബന്ധിച്ചുള്ള പ്രാഥമിക ചർച്ചയാണ്. ആ ചർച്ച കൊണ്ടൊന്നും തീരത്തില്ല. ആ ചർച്ചയെല്ലാം കഴിഞ്ഞ് ഇതിനൊരു രാഷ്ട്രീയ തീരുമാനം കൂടെ കൈക്കൊണ്ടതിന് ശേഷം മാത്രമേ ഒരു സംസ്ഥാനത്തിൻ്റെ മദ്യനയം രൂപീകരിക്കൂ. ഇവിടെ അത്തരത്തിലുള്ള ഒരു ചർച്ചയും നടക്കാത്ത ഒരു വിഷയത്തെ ബാർ അസോസിയേഷൻ, ഈ ബാർ ഹോട്ടൽ മുതലാളിമാരുടെ അസോസിയേഷനിലെ ഏതോ ഒരു നേതാവ് ഒരു ശബ്ദരേഖ, അദ്ദേഹത്തിൻ്റെ ശബ്ദരേഖ പുറത്തു വന്നിരിക്കുന്നു എന്ന നിലയിൽ വന്ന ആ വിഷയത്തെ അതിനെയാണ് അവർ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സംസാരിക്കാൻ തയ്യാറായത്. എന്നിട്ടൊരു തെറ്റായ കാര്യം കൂടെ സഭയിൽ പറഞ്ഞു. ഞാൻ ആ ഭാഷ ഉപയോഗിക്കുന്നുള്ളൂ, അല്ലാതെ വേറെ ഭാഷ ഞാൻ ഉപയോഗിക്കുന്നില്ല. തെറ്റായ ഒരു കാര്യം കൂടെ പറഞ്ഞു. മന്ത്രി പറഞ്ഞപ്പോൾ ഇതിനെക്കുറിച്ച് അന്വേഷിക്കുന്നു എന്ന് പറഞ്ഞത് ഈ ആരാണ് പരാതി കൊടുത്തത് തന്നെ അവനെക്കുറിച്ചാണ് അന്വേഷിക്കുന്നത് എന്നുള്ള നിലയിലേക്ക്, അതല്ലാതെ മറ്റൊന്നുമില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു അങ്ങനെയല്ല, ഇല്ലാത്ത നയത്തിൻ്റെ പേരിൽ ഇങ്ങനെ ബാർ ഉടമകളിൽ നിന്നും പണം സംഭരിക്കുന്നവരാരുണ്ടെങ്കിലും അതിനെക്കുറിച്ച് അന്വേഷിക്കുവാൻ, ആ കേസിനെക്കുറിച്ച് അന്വേഷിക്കുന്നതിന് വേണ്ടിയാണ് ക്രൈംബ്രാഞ്ചിന് കൊടുത്തിരിക്കുന്നത്. ആ അന്വേഷിച്ച് റിപ്പോർട്ട് വരട്ടെ. ആ റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ ആവശ്യമായിട്ടുള്ള നടപടികൾ, കുറ്റക്കാർക്കെതിരെ നടപടികൾ സ്വീകരിക്കുമെന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത രീതിയിൽ പറയുമ്പോൾ, പണ്ട് UDFൻ്റെ കാലത്ത് 2014-15 കാലഘട്ടത്തിലെ അഴിമതിയും ആ അഴിമതിയുമായി ബന്ധപ്പെട്ട് അന്ന് നിയമസഭയിൽ അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന VS നടത്തിയിട്ടുള്ള പ്രസംഗങ്ങളെയെല്ലാം ഉച്ചരിച്ചുകൊണ്ട് അന്ന് നടത്തിയ വൻ ബാർക്കോഴ കുംഭകോണമുണ്ടല്ലോ, ആ കുംഭകോണം പോലെയാണ് ഇത് എന്ന് വരുത്താൻ വേണ്ടി വളരെ ബോധപൂർവമായിട്ടുള്ള പരിശ്രമമാണ് പ്രമേയ അവതാരകൻ നടത്തിയത്. അവസാനം സംസാരിച്ച പ്രതിപക്ഷ നേതാവും അതുതന്നെയാണ് നടത്തുവാൻ ശ്രമിച്ചിട്ടുള്ളത്. അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഇതിനെക്കുറിച്ച് അന്വേഷിക്കുന്നത് രാജേഷ് മന്ത്രിയായിട്ടുള്ള ഗവൺമെൻറ്റിൽ ആ ആഭ്യന്തര വകുപ്പുള്ള ഒരാൾ അന്വേഷിക്കുകയല്ല എന്നാണ് പറഞ്ഞത്. അത് അന്വേഷിക്കുന്നത് എന്താണ്? ഈ സന്ദേശം പുറത്തു പോയത് എങ്ങനെയാണ്? അങ്ങനെയല്ലല്ലോ. ആ സന്ദേശത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, ആ കാര്യത്തെ സംബന്ധിച്ച് അന്വേഷിക്കുവാനാണ് പറയുകയുണ്ടായത്. ഞാൻ സൂചിപ്പിച്ചത് ഈ നിലയിലാണ് പ്രതിപക്ഷം സഭയിൽ ഇന്ന് തന്നെ നിലപാടെടുത്തത്. എന്തുമാത്രമല്ല, അവരെത്ര മ്ലേച്ഛമായിട്ടുള്ള നിലയിലാണ് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് സ്പീക്കറുടെ മുഖം പോലും മറക്കുന്ന നിലയിൽ അവർ, നമുക്കറിയാലോ പണ്ട് സഭയിലുണ്ടായിട്ടുള്ള ദൗർഭാഗ്യകരമായൊരു സംഭവത്തിൻ്റെ പേരിൽ വലിയ തോതിൽ കണ്ണീരൊഴുക്കുന്ന ആൾക്കാരില്ലേ, ആ ആൾക്കാർ ഇന്നും കാട്ടിക്കൂട്ടിയത് എന്താണ്? ഇന്ന് അവർ ബാനർ കൊണ്ടുവന്ന് സ്പീക്കറുടെ മുഖമൊക്കെ മറച്ച് മുഖ്യമന്ത്രിയെ പോലും വ്യക്തിപരമായി അധിക്ഷേപിക്കുന്നതിലുള്ള പ്ലാക്കാർഡൊക്കെ പിടിച്ച് ബോധപൂർവം പ്രകോപനം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള വലിയ പരിശ്രമമാണ് നടത്തിയത്. പക്ഷേ ഭരണകക്ഷി അംഗങ്ങളെന്നുള്ള നിലയിൽ കേരളത്തിൻ്റെ കൃത്യമായി എക്സൈസ് വകുപ്പ് മന്ത്രി ഇത് സംബന്ധിച്ചിടത്തോളമുള്ള കാര്യകാരണ സഹിതം അവതരിപ്പിച്ച മറുപടിയിൽ, ആ മറുപടിയുടെ അവർ വന്നു കഴിഞ്ഞപ്പോൾ സ്വന്തം ജാള്യത മറച്ചു വെക്കുന്നതിന് വേണ്ടിയാണ് അവർ ഇന്ന് സഭാ നടപടികൾ സ്തംഭിപ്പിച്ചത്. എന്ന് മാത്രമല്ല, വാക്കൗട്ട് പ്രസംഗം നടത്തിക്കൊണ്ട് പറഞ്ഞു ഞങ്ങൾ ഈ പരമ്പര തുടരാൻ പോവുകയാണ്. ഞങ്ങൾ നേരത്തെ ഇങ്ങനെയൊക്കെ നടത്തിയത് കൊണ്ടാണ് ഞങ്ങൾക്ക് ലോകസഭയിൽ സീറ്റ് കൂടുതൽ കിട്ടിയത്. ലോകസഭാ തിരഞ്ഞെടുപ്പിൽ സീറ്റുകൾ കിട്ടിയത് എങ്ങനെ എന്തെന്നൊക്കെ ഉള്ളതെല്ലാം നമുക്ക് വേറെ ചർച്ച ചെയ്യാം. കേരളത്തിൻ്റെ തിരഞ്ഞെടുപ്പുകളുടെ ചരിത്രം എടുത്ത് പരിശോധിച്ചാലും ഇത് പുതിയതായിട്ടൊന്നും വന്നിട്ടുള്ളതല്ല. UDFൻ്റെ ഈ പാർലമെൻറ്റിലേക്കുള്ള വിജയം എന്നുള്ളത് കാണാം. എന്നാൽ അതിനുശേഷം എന്തൊക്കെയാണ് കേരളത്തിൽ സംഭവിച്ചിട്ടുള്ളതെന്നും അറിയാം. പക്ഷേ ഇവിടെ ആ വിജയത്തിൻ്റെ അഹങ്കാരമാണോ, അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള അവരുടെ ഒരു മാനസികാവസ്ഥയാണോ ശരി ഇത്തരത്തിലേക്കുള്ള അപവാദങ്ങൾ പ്രചരിപ്പിക്കുക? നിർഭാഗ്യവതമായിട്ട് ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ശരി ഞാൻ അവസാനിപ്പിക്കാം. നമ്മുടെ മാധ്യമങ്ങളിലായിട്ടുള്ള ചില മുൻനിര മാധ്യമങ്ങൾ വസ്തുതകളെ അല്ലല്ലോ അവർ പ്രതിപാദിക്കാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ മനസ്സിലാക്കിയത്, ബഹുമാനപ്പെട്ട എക്സൈസ് മന്ത്രി ഇത് കഴിഞ്ഞതിന് ശേഷം പത്രസമ്മേളനം നടത്തിയപ്പോൾ ചില മാധ്യമപ്രതികൾ ചോദിച്ചു, ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അല്ലേ, ഇതെല്ലാം എന്തേ നേരത്തെ പറയാറില്ല? കാരണം എന്താ, അദ്ദേഹം UDFൻ്റെ കാലഘട്ടത്തിൽ പണ്ട് നടന്നിട്ടുള്ള ഓരോ ചർച്ചകളെ സംബന്ധിച്ചും യോഗങ്ങളെ സംബന്ധിച്ചും എടുത്തിട്ടുള്ള തീരുമാനങ്ങളെ സംബന്ധിച്ചും അതുപോലെ തന്നെ ആ കാലങ്ങളിൽ കുറച്ചു കൊടുത്തിട്ടുള്ള തുകകളെ സംബന്ധിച്ചും ഈ ഗവൺമെൻറ് കാലത്ത് ബാർ മുതലാളിമാർക്ക് വേണ്ടി ഒരളവും ചെയ്തിട്ടില്ല എന്നുള്ളതും അതോടൊപ്പം തന്നെ അവരുടെ കയ്യിൽ നിന്നും കൂടുതൽ പണം ഈടാക്കിയിട്ടുള്ള അടക്കമുള്ള എല്ലാ കണക്കുകളും കൃത്യമായി അവതരിപ്പിച്ചുകൊണ്ടാണ് കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട
എക്സൈസ് വകുപ്പ് മന്ത്രി പത്രക്കാരെയും അതിനുശേഷം അഭിസംബോധന ചെയ്തത്. അപ്പോൾ ഇന്ന് പ്രതിപക്ഷം എടുത്ത ഈ ഗവൺമെൻറ്റിനെ എങ്ങനെ ചീത്തയാക്കുക, ആ പരമ്പര തുടരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇന്ന് ഇതാണെങ്കിൽ വേറെ നാളെ ചിലപ്പോൾ വേറെ വല്ല വിഷയമായിരിക്കും, അല്ലെങ്കിൽ ഈ വിഷയം തന്നെയാകാം. അവർ ആ നിലയിലേക്കാണ് നീങ്ങുന്നത്. അവർ നാളെ ചർച്ച ചെയ്യുകയും ചെയ്യാം. ഞാൻ ശ്രീ ചിത്തരഞ്ജൻ താങ്കളിലേക്ക് വരാം. ശ്രീ റോണി കെ ബേബി, ഞാൻ താങ്കളിലേക്കാണ് വരുന്നത്. ഇതിലെ പ്രതിപക്ഷത്തിൻ്റെ ഒരു ഊന്നൽ, ഇത് നമ്മുടെ സംസ്ഥാനത്ത് സർക്കാരുകളുടെ ചരിത്രത്തിൽ ഇതാദ്യമായി എക്സൈസ് വകുപ്പ് രൂപീകരിക്കേണ്ട മദ്യ നയത്തിൽ, അബ്കാരി ലൈസൻസുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള അല്ലെങ്കിൽ ഈ മദ്യ നയത്തിൽ ഇതാദ്യമായി ടൂറിസം വകുപ്പ് ഇടപെട്ടിരിക്കുന്നു എന്ന നിലയിലേക്ക് ഒരു നറേറ്റീവ് കൊണ്ടുവരാനാണ് പ്രതിപക്ഷം ശ്രമിച്ചത്. അതാണ് ഈ അടിയന്തര പ്രമേയത്തിൻ്റെ കാതലായ വശം. ആ രീതിയിൽ സംസ്ഥാന ചരിത്രത്തിലാദ്യമായി, സംസ്ഥാനത്തെ സർക്കാരുകളുടെ ചരിത്രത്തിലാദ്യമായി ഈ രണ്ടാം പിണറായി സർക്കാരിൻ്റെ ഈ വർഷമാണ് ആദ്യമായി അങ്ങനെ സംഭവിക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട ഇടപെടലുകളോ ചർച്ചകളോ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇതാദ്യമായി എന്ന നിലയിൽ അതിനൊരു വലിയ വേറൊരു തരത്തിൽ ആളുകളുടെ മനസ്സിലേക്ക് ഒരു ഇംപ്രഷൻ കൊണ്ടുവരാനുള്ള പ്രതിപക്ഷത്തിൻ്റെ രാഷ്ട്രീയ ശ്രമമാണ് ഇന്ന് കണ്ടത്. ഇത് പറയുമ്പോൾ യഥാർത്ഥത്തിൽ കഴിഞ്ഞ UDF സർക്കാരിൻ്റെ കാലത്ത്, ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന കാലത്തെ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളും ആ കാലത്തെ സമാനമായ കാര്യങ്ങളും ഒക്കെ ചൂണ്ടിക്കാട്ടുകയുണ്ടായി. ഞാൻ അതിലൊരു ഭാഗം ഇന്ന് മന്ത്രി പറഞ്ഞത് ഞാൻ താങ്കളുടെ മുമ്പിലേക്ക് വെക്കാം, എന്നിട്ടാകാം താങ്കളുടെ മറുപടി. മന്ത്രി MP രാജേഷ് ഇന്ന് ഈ ചർച്ചയ്ക്ക് മറുപടി പറയുന്ന ഘട്ടത്തിൽ പറഞ്ഞ ഒരു സുപ്രധാന പോയിന്റ്, പുതിയ മദ്യനയം ആവിഷ്കരിക്കുന്നതിന്റെ ആദ്യത്തെ ചുവടുവെപ്പ് സ്റ്റേക്ക് ഹോൾഡേഴ്സുമായിട്ടുള്ള ചർച്ച നടക്കാനിരിക്കുന്നതേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ജനിക്കാത്ത കുഞ്ഞിന്റെ ജാതകം ചമയ്ക്കുകയാണ് എന്ന്. ഇവിടെ പ്രധാനമായിട്ട് ഉന്നയിച്ച ഒരു ആരോപണം ടൂറിസം വകുപ്പ് മദ്യനയത്തിൽ ഇടപെട്ടു എന്നതാണ്. ഞാനതിൻ്റെ അധിക്ഷേപം, പരിഹാസം തുടങ്ങിയ കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല, വസ്തുതകളിലേക്ക് മാത്രം വരാം. ടൂറിസം വകുപ്പ് ഇടപെട്ടു എന്നുള്ളതാണല്ലോ ആക്ഷേപം. സർ, ടൂറിസം ഇൻഡസ്ട്രിയും മദ്യവ്യവസായവും തമ്മിൽ ഏത് കാലത്താണ് സർ ബന്ധമില്ലാത്തത്? എല്ലാ സർക്കാരുകളും ആ ബന്ധം കണക്കിലെടുത്തിട്ടല്ലേ നയം ആവിഷ്കരിച്ചിട്ടുള്ളത്? ഞാനിപ്പോൾ ഇവിടെ ഉദ്ധരിക്കുന്നത് 2015 മാർച്ച് 17 അന്നത്തെ എക്സൈസ് വകുപ്പ് മന്ത്രി, അദ്ദേഹം ഈ സഭയിൽ ഇപ്പോഴും ഉള്ളയാളാണ്, അദ്ദേഹം നൽകിയ ഒരു മറുപടിയാണ്. സ്റ്റാർ ക്വസ്റ്റ്യൻ നമ്പർ 152. സംസ്ഥാനത്തിന്റെ തൊഴിൽ മേഖലയിലും വിനോദസഞ്ചാര മേഖലയിലും ഹോട്ടൽ വ്യവസായ മേഖലയിലും ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ സംബന്ധിച്ച് പഠനം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കുവാൻ ടൂറിസം തൊഴിൽ വകുപ്പ് സെക്രട്ടറിമാരെ ചുമതലപ്പെടുത്തിയിരുന്നു. അപ്പോ നിങ്ങളുടെ ഗവൺമെന്റിന്റെ കാലത്ത് ടൂറിസം സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയാൽ അത് ആഹാ, ഇപ്പൊ ഓഹോ അല്ലേ? അതായത് റോണി കെ ബേബി, ടൂറിസം വകുപ്പാണോ മദ്യനയം രൂപപ്പെടുത്തുന്നത് എന്ന ചോദ്യം മുൻകാല പ്രാബല്യത്തോടെ നിങ്ങൾ ചോദിക്കാൻ തയ്യാറാകേണ്ടി വരും, എല്ലാവരും തയ്യാറാകേണ്ടി വരും. ഞങ്ങള് അക്കാര്യം ചോദിക്കാനും തയ്യാറാണ്. ഞങ്ങൾക്ക് അതിനകത്തൊന്നും മറച്ചു വെക്കാനുമില്ല. ഇവിടെ ബഹുമാനപ്പെട്ട ചിത്തരഞ്ജൻ MLA അദ്ദേഹം പറയുകയുണ്ടായി, ഉണ്ടയില്ലാത്ത വെടിയാണ് ഇന്ന് പ്രതിപക്ഷം നിയമസഭയിൽ കൊണ്ടുവന്നതെന്ന്. വളരെ വ്യക്തമായി തന്നെ ഗവൺമെന്റിന്റെ ഒരു സുപ്രധാന നയരൂപീകരണത്തിൽ അഴിമതി ആരോപണവുമായി ബന്ധപ്പെട്ട കേരളത്തിന്റെ പൊതുസമൂഹം, രാഷ്ട്രീയ കേരളം ഉയർത്തുന്ന ആരോപണമാണ് ഇന്ന് പ്രതിപക്ഷം നിയമസഭയിൽ ഉന്നയിച്ചത്. ഇവിടെ ബഹുമാനപ്പെട്ട എക്സൈസ് മന്ത്രി പറയുന്നു ജനിക്കാത്ത കുഞ്ഞിന്റെ ജാതകം. അതിന് ബഹുമാനപ്പെട്ട റോജി എം ജോൺ ഇന്ന് നിയമസഭയിൽ നൽകിയ മറുപടി, ജനിച്ച കുഞ്ഞിന്റെ പിതാവ് ആരാണ് എന്ന കാര്യത്തിലാണ് സംശയം. അത് തന്നെയാണ് ഞാൻ ഇവിടെ ആവർത്തിക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഏറെ കൊട്ടിഘോഷിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട എക്സൈസ് മന്ത്രി പറയുന്നത് UDFന്റെ കാലത്ത് എന്തൊക്കെയോ നടന്നു, അല്ലെ UDFന്റെ കാലത്ത് തൊഴിൽ ടൂറിസം മന്ത്രിമാരുടെ നേതൃത്വത്തിൽ ഒരു കമ്മിറ്റി രൂപീകരിച്ചു. ഞങ്ങളത് അഡ്മിറ്റ് ചെയ്തു. ഞങ്ങളത് നിയമസഭയിൽ തന്നെ ബഹുമാനപ്പെട്ട അന്നത്തെ എക്സൈസ് മന്ത്രി പറഞ്ഞു, സർക്കാരിന്റെ നയപരമായ സർക്കാരിന്റെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് തൊഴിൽ ടൂറിസം മന്ത്രിമാരുടെ ഒരു കമ്മിറ്റിയെ രൂപീകരിച്ചത്. പക്ഷെ ഇവിടുത്തെ പ്രശ്നം എന്താ? ഇവിടുത്തെ ഈ കാര്യങ്ങളൊക്കെ വളരെ ദുരൂഹമാക്കുന്നത് ഈ പറയുന്ന അബ്കാരി നേതാവിന്റെ ഈ പറയുന്ന വാട്സപ്പ് സന്ദേശം പുറത്തു വന്നു, അദ്ദേഹത്തിന്റെ വോയിസ് സന്ദേശം പുറത്തു വന്നു. അപ്പോൾ ഉത്തരവാദിത്തപ്പെട്ട 2 മന്ത്രിമാർ പറയുകയാണ്, സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് ഒരു പ്രാരംഭ ചർച്ച നടത്തിയിട്ടില്ല, സർക്കാർ ഒരു തരത്തിലുള്ള ചർച്ചകളും ആരംഭിച്ചിട്ടില്ല. പക്ഷെ പിന്നീട് വാർത്തകൾ പുറത്തു വരുന്നു. ഈ വർഷം തന്നെ 2024 തന്നെ 3 സുപ്രധാനമായ യോഗങ്ങളാണ് ചീഫ് സെക്രട്ടറിയുടെ തലത്തിൽ നടന്നത്. ഒന്നാമത് ഈ പറയുന്ന ജനുവരി മാസം 4-ാം തീയതി, 2 മാർച്ച് 1-ാം തീയതി,
മെയ് മാസം 21 തീയതി. അല്ല, അതിന് സർക്കാർ അവിടെയാണ് മറുപടിയും ഞങ്ങൾക്ക് സഭയിൽ സംശയമുള്ളത്. റോണി, സർക്കാർ സഭയിൽ അതിന് മറുപടിയും പറഞ്ഞിട്ടുണ്ടല്ലോ. എന്താണ്? ചീഫ് സെക്രട്ടറിയുടെ മദ്യനയവുമായി ബന്ധപ്പെട്ടുള്ളതല്ല, സെക്രട്ടറിമാരുടെ യോഗമായിരുന്നു. ഈ സർക്കാർ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുന്നോട്ട്, അതിൽ ഒരുപാട് പ്രശ്നങ്ങൾ കടന്നു വരും. ആ നിലയിലാണ് ആ യോഗം. ടൂറിസം ഡയറക്ടറുടെ പതിവായി നടക്കുന്ന ഡയറക്ടറുടെ പരിപാടിയാണ്, മീറ്റിങ്ങുകളാണ്. ആ തരത്തിൽ വിവരങ്ങൾ വന്നിട്ടുണ്ടല്ലോ. അതിലേതെങ്കിലും തരത്തിൽ അപാകതയുണ്ടോ? കാരണം നിങ്ങളുടെ കാലത്ത് ടൂറിസം, വ്യവസായ, തൊഴിൽ മേഖലകളുടെ ഈ മദ്യനയവുമായി ബന്ധപ്പെട്ട അഭിപ്രായങ്ങൾ പരിഗണിക്കുന്നത് പോലെ തന്നെ സ്വാഭാവികമായ പരിഗണന. പക്ഷേ ഇവിടെ ഒരു മദ്യനയം രൂപീകരിക്കുന്നത് റോണി എക്സൈസ് മന്ത്രി സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ മീറ്റിംഗ് ചേരുന്നതോടുകൂടിയാണ്. അത് ആരംഭിച്ചിട്ടില്ല. അതിൻ്റെതായ പ്രോസസ്സുണ്ട്. ഇത്തരം നടപടികൾക്കപ്പുറം ടൂറിസം സെക്രട്ടറിയെ തന്നെ നിങ്ങൾ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ടൂറിസം ഡയറക്ടറുടെ ഒരു യോഗത്തെയാണ് നിങ്ങൾ ചൂണ്ടിക്കാട്ടുന്നതെങ്കിൽ ടൂറിസം സെക്രട്ടറിയെ തന്നെ നിങ്ങൾ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് മദ്യനയവുമായി ബന്ധപ്പെട്ട്. അപ്പോൾ ഇതൊരു രീതി, ഈ ഒരു ബന്ധപ്പെട്ട വകുപ്പുകളുടെ താല്പര്യങ്ങൾ, ആലോചനകൾ എല്ലാം ഏത് കാലത്താണ് പരിഗണിക്കാതിരുന്നിട്ടുള്ളത് എന്ന മന്ത്രിയുടെ ചോദ്യം പ്രസക്തമല്ലേ? ഞാൻ ന്യായമായിട്ടൊരു സംശയം ചോദിച്ചോളട്ടെ. ഓരോ വകുപ്പിന്റെയും തലവൻ എന്ന് പറയുന്ന മന്ത്രിയാണ്. ആ മന്ത്രിയുടെ കീഴിലാണ് ആ ബഹുമാനപ്പെട്ട ബന്ധപ്പെട്ട വകുപ്പ് സെക്രട്ടറിമാർ വരുന്നത്. ഇവിടെ സുപ്രധാനമായിട്ടുള്ള ചീഫ് സെക്രട്ടറി തലത്തിൽ അങ്ങ് പറഞ്ഞതിന് അംഗീകരിക്കുന്നു, പല വിഷയങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ടാവാം. പക്ഷേ ആ ചർച്ചകളിൽ ഒരു പ്രധാനപ്പെട്ട തീരുമാനം എടുക്കുകയുണ്ടായി. അത് എന്ന് പറയുന്നത് ടൂറിസം സെക്രട്ടറി തലവനായി അബ്കാരി ഭേദഗതികളെ കുറിച്ച് പഠിക്കുവാൻ ഒരു കമ്മിറ്റി രൂപീകരിക്കുകയുണ്ടായി. അല്ലെങ്കിൽ അബ്കാരി ഭേദഗതികളെ കുറിച്ച് പഠിക്കാൻ ടൂറിസം സെക്രട്ടറി നേതൃത്വത്തിൽ ഒരു കമ്മിറ്റി. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ചർച്ചകളിൽ പ്രാധാന്യം നൽകി. ഇപ്പൊ അങ്ങ് പറഞ്ഞു, ഈ ബഹുമാനപ്പെട്ട മന്ത്രി പറയുന്നത് ഞാൻ കേട്ടു, നിയമസഭയിൽ സ്റ്റേക്ക് ഹോൾഡേഴ്സിന്റെ ഒരു യോഗം ചേർന്നിട്ടില്ല. പക്ഷെ മെയ് 21 തീയതി ടൂറിസം വകുപ്പ് സെക്രട്ടറി വിളിച്ചു ചേർത്ത യോഗത്തിൽ പങ്കെടുത്തത് ബാർ മുതലാളിമാരാണ്. അല്ല, ബാർ അവർ മാത്രമാണോ? അത് മാത്രമായിരുന്നു വിഷയം. അവിടെയാണ് പ്രശ്നം. അവിടെ ഈ പറഞ്ഞതുപോലെ ബന്ധപ്പെട്ട ആളുകൾ, ഒരു ടൂറിസം മേഖലയുമായി ബന്ധപ്പെട്ട ആളുകൾ പങ്കെടുത്തിട്ടുണ്ട്. ആ വിഷയത്തിൽ ഇത് മാത്രമായിരുന്നില്ല. ഇതടക്കം ബന്ധപ്പെട്ട മേഖലകളിലെ തൽപരകക്ഷികൾ അവരുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കും, അജണ്ടയിൽ അത് വരും. പക്ഷേ ഒരു മദ്യനയം രൂപീകരിക്കുന്നത് അടിസ്ഥാനപരമായി അങ്ങനെയല്ല. അത് മറ്റന്നാളാണ് അതിൻ്റെ പ്രാഥമിക യോഗം ചേരാൻ പോകുന്നത്. അവിടെയാണ് നിങ്ങൾക്ക് പിഴച്ചു പോകുന്നത്. ഞാൻ ശ്രീ ചിത്തരഞ്ജൻ ഒരു ചെറിയ മറുപടി, അദ്ദേഹം ഇപ്പോഴും മറുപടി പറയാനുണ്ട്. വരാം സാർ, വരാം. അതിൽ മനസ്സിലാക്കേണ്ടത് പിന്നെ ശരത്തെ, അതിനകത്ത് ആ യോഗത്തിൽ പങ്കെടുത്തത്, ടൂറിസം ഡയറക്ടർ പങ്കെടുത്ത യോഗത്തിൽ ഈ ഹൗസ് ബോട്ട് ഓണേഴ്സിൻ്റെ പ്രതിനിധികളും പങ്കെടുത്തിരുന്നു. ആലപ്പുഴയിൽ അതിൻ്റെ പ്രതിനിധികളും ഒക്കെ പോയിരുന്നു. കാരണം ഈ ടൂറിസവും ഈ മദ്യവ്യവസായവും ഇതെല്ലാം പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ഇത് കഴിഞ്ഞ കുറേ വർഷക്കാലമായിട്ട് നമ്മുടെ ടൂറിസം മേഖലയിലുള്ളവർ ആവശ്യപ്പെടുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഈ ട്രൈഡേ അടക്കമുള്ള ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ആ കാര്യങ്ങളെ സംബന്ധിച്ച് അവരവരുടെ അഭിപ്രായങ്ങൾ പറയും. ആ അഭിപ്രായങ്ങൾ പറയുന്നു എന്നതിനേക്കാൾ അപ്പുറം പിന്നെ മദ്യനയം തീരുമാനിക്കുന്നത് ഹൗസ് ബോട്ടുകാരെയും കൂടെ വിളിച്ചിരുത്തിയിട്ടാണോ? സാമാന്യ യുക്തിക്കും ബോധത്തിനും ബഹുമാനപ്പെട്ട ശ്രീ റോണിയെ പോലെയുള്ള പിന്നെ വ്യക്തികൾക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളല്ലോ. മദ്യനയത്തെക്കുറിച്ച് ചർച്ച ചെയ്തത് ഹൗസ് ബോട്ട് ഓണേഴ്സിൻ്റെ 5-6 സംഘടനയുടെ പ്രതികളാണ് പങ്കെടുത്തത്. അവിടെ 5-6 സംഘടനയുണ്ട്. അവരും എല്ലാം ഈ യോഗത്തിലുണ്ടായിരുന്നു. ടൂറിസം മേഖലയിലുള്ള പലരും ആ യോഗത്തിൽ പങ്കെടുത്തു. അപ്പോൾ ആ ടൂറിസം വ്യവസായത്തെ കൂടുതൽ ഉയർത്തിക്കൊണ്ട് വരുന്നതിന് വേണ്ടി അവരവരുടെ ഡിമാൻഡുകൾ പറയും. ആ ഡിമാൻഡുകളൊന്നും ഗവൺമെൻറ് അംഗീകരിച്ചിട്ടില്ലല്ലോ. അതെല്ലാം നാളെ നോട്ടായിട്ട് വന്നാൽ അതെല്ലാം എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണമെന്ന് ഗവൺമെൻറ്റല്ലേ നയപരമായി തീരുമാനിക്കുന്നത്. റോണി, ഇതാണ്, അതായത് മുൻകാലങ്ങളിലും ഇത് നടന്നിട്ടുണ്ട്. ഇന്ന് മന്ത്രിയുടെ വിശദീകരണത്തോടെ അതാണ് കേരളത്തിന് വ്യക്തമായ ഒരു കാര്യം. നിങ്ങളുടെ തന്നെ സർക്കാരിൻ്റെ കാലത്ത് ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് അവരുടെ കൺസേണുകൾ, താല്പര്യങ്ങൾ, ആശങ്കകൾ അറിയിച്ചിട്ടുണ്ട്. അത്തരം കാര്യങ്ങൾ എല്ലാ കാലത്തും നടക്കുന്നതാണ്. അതാണ് മദ്യനയ രൂപീകരണം എന്ന് നിങ്ങൾ വ്യാഖ്യാനിക്കാൻ ശ്രമിച്ചാൽ അത് പോരല്ലോ. അതൊരു പ്രതിപക്ഷ താല്പര്യം മാത്രമേ ആകുന്നുള്ളൂ. ഇത് മുൻകാല പ്രാബല്യത്തോടെ കേരളത്തിൽ നടന്നു വരുന്ന കാര്യങ്ങളെ നടന്നിട്ടുള്ളൂ എന്നുള്ളതാണ് ഇന്ന് ഈ അടിയന്തര പ്രമേയത്തിൽ രേഖകൾ വെച്ച് മന്ത്രി സംസാരിച്ചതിലൂടെ കേരളത്തിന് ബോധ്യപ്പെട്ട കാര്യം. ശരത്തെ, നമ്മൾ ഗവൺമെന്റിനെ വിളിക്കുന്ന എക്സിക്യൂട്ടീവ് എന്ന എക്സിക്യൂട്ടീവിന്റെ പ്രവർത്തനം എങ്ങനെയാണ് വളരെ കൃത്യമായിട്ട് അറിയാം. കാരണം ആദ്യമേ ഈ പറയുന്ന ഉദ്യോഗസ്ഥ തലത്തിൽ എന്ന് പറയുന്ന IAS ഓഫീസർമാർ അടങ്ങുന്നത്. അതുകൊണ്ടാണല്ലോ ഓരോ വകുപ്പിനും കൃത്യമായിട്ടുള്ള ഈ പറയുന്ന വകുപ്പ് സെക്രട്ടറിമാരുള്ളത്. ആ വകുപ്പ് സെക്രട്ടറിമാരാണ് ഇതിന്റെ ഔട്ട്ലൈൻ തീരുമാനിച്ച് അതിന്റെ ഈ സാങ്കേതികപരമായ കാര്യങ്ങൾ ഉൾപ്പെടെ, ടെക്നിക്കൽ കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള തീരുമാനിച്ച് ക്യാബിനറ്റിന്റെ അപ്രൂവൽ വിടുക. ഒരു സ്ഥലം ക്യാബിനറ്റ് ആണ് നയപരമായ തീരുമാനം എടുക്കുന്നത് ഞാൻ സംഭവിച്ചു. പക്ഷെ അതിന്റെ എല്ലാ പ്രോസസ്സിന്റെയും തുടക്കവും പ്രധാനപ്പെട്ട ഭാഗവും എന്ന് പറയുന്നത് ഗവൺമെന്റ് സെക്രട്ടറി തലത്തിലുണ്ടായ തീരുമാനങ്ങൾ അവർ ക്രോഡീകരിച്ച് ക്യാബിനറ്റിന്. മദ്യനയം അങ്ങനെയല്ല, മദ്യനയത്തെ സംബന്ധിച്ച് അങ്ങനെയല്ല, മദ്യനയം അങ്ങനെയല്ല എന്നാണ് മനസ്സിലാക്കുന്നത് ഞാൻ.
ഒരിക്കലും, കാരണം നമുക്ക് ഒരിക്കലും അതുകൊണ്ടാണല്ലോ യു ഡി എഫിന്റെ കാലത്ത് ഞങ്ങൾക്കൊന്നും മറച്ചു വെക്കാനില്ല. യു ഡി എഫിന്റെ കാലത്ത് ഞങ്ങൾ ഈ മദ്യനയത്തിൽ ഭേദഗതി വരുത്തിയത് ഇവിടെ പറഞ്ഞതുപോലെ, ബഹുമാനപ്പെട്ട മന്ത്രി നിയമസഭയിൽ പറഞ്ഞതുപോലെ, ശരത് ഇവിടെ ആവർത്തിച്ചതുപോലെ, അന്ന് ടൂറിസം മന്ത്രിമാർ ചുമതലപ്പെടുത്തി. അവര് നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇവിടെ അങ്ങനെ പോലും ചെയ്തിട്ടില്ലെന്നേ. ഇവിടെ സർക്കാർ അങ്ങനെ മദ്യനയവുമായി ബന്ധപ്പെട്ട് വകുപ്പ് സെക്രട്ടറിമാരെ ചുമതലപ്പെടുത്തിയിട്ട് പോലും ഇല്ല. അങ്ങനെ പോലും കാര്യങ്ങളില്ല. മാത്രവുമല്ല, മദ്യനയം സംബന്ധിച്ച് എക്സൈസ് വകുപ്പിൽ പ്രാഥമിക ചർച്ചകൾ പോലും നടന്നിട്ടില്ല എന്ന വ്യക്തമായ ഒരു വിവരം നമ്മുടെ മുമ്പിൽ വന്നു കഴിഞ്ഞു. രേഖകൾ വെച്ച് സഭയിൽ വരുന്ന വിവരങ്ങളല്ലേ. അതൊരു രാഷ്ട്രീയ മറുപടിയോ രാഷ്ട്രീയ ആരോപണം മാത്രമോ അല്ലല്ലോ. ശ്രീ ജയചന്ദ്രൻ, താങ്കളുടെ കൂടി ഒരു അവസരത്തിലേക്ക് താങ്കളിലേക്കും വരാം. ശ്രീ ജയചന്ദ്രൻ, ഇതിൽ പ്രതിപക്ഷത്തിൻ്റെ ഉന്നം വളരെ വ്യക്തമാണ്. അതായത് ഈ സർക്കാരിൽ എക്സൈസ് വകുപ്പ് എടുക്കേണ്ട തീരുമാനത്തെ, മദ്യനയത്തെ ടൂറിസം വകുപ്പ് ഡയറക്ടറുടെ യോഗത്തെ ചൂണ്ടിക്കാട്ടി അതിലൂടെ ടൂറിസം മന്ത്രിയാണ് ഇക്കാര്യങ്ങൾ തീരുമാനിക്കുന്നത് എന്ന് ഒരു വ്യാഖ്യാനം, ഒരു ആഖ്യാനം, ഇതാണ് പ്രതിപക്ഷം ശ്രമിച്ചത്. ഒരു പ്രധാനപ്പെട്ട ഊന്നലതായിരുന്നു. പക്ഷേ എക്സൈസ് മന്ത്രി UDF ഭരണകാലത്ത് ഈ മദ്യനയ രൂപീകരണത്തിൽ ബന്ധപ്പെട്ട വകുപ്പുകൾ ഏതൊക്കെ തരത്തിൽ ഇടപെട്ടിട്ടുണ്ട്, എങ്ങനെയൊക്കെ നീങ്ങിയിട്ടുണ്ട്, അതിൽ ടൂറിസം സെക്രട്ടറിയെ തന്നെ സർക്കാർ ചുമതലപ്പെടുത്തി. ഇവിടെ അങ്ങനെ ഒന്നും സംഭവിച്ചില്ല. അപ്പോൾ മുൻകാല പ്രാബല്യത്തോടു കൂടി തന്നെ ഈ വിഷയങ്ങളെ കാണേണ്ടതുണ്ട് എന്ന് മന്ത്രി പറഞ്ഞത് അടിയന്തര പ്രമേയം അവതരിപ്പിച്ച പ്രതിപക്ഷത്തെ സംബന്ധിച്ച് ഒരു തിരിച്ചടിയായോ? മന്ത്രി റിയാസിലൂടെ ഈ സർക്കാരിനെ വേറൊരു തരത്തിലൊരു സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെ ആശയക്കുഴപ്പത്തിലെത്തിക്കാൻ ടൂറിസത്തിൻ്റെ അമിതമായ ഇടപെടൽ നടന്നു എന്ന് വരുത്തി തീർക്കാനുള്ള പ്രതിപക്ഷത്തിൻ്റെ ഇന്നത്തെ ഈ ശ്രമം ഈ അടിയന്തര പ്രമേയത്തിലൂടെ ഫലവത്തായോ? ശരത്തെ, ഈ വിഷയത്തിൽ കഴിഞ്ഞ ഒരു 1.5 മാസമായിട്ട് കേരളത്തിലെ ബഹുഭൂരിപക്ഷം മാധ്യമങ്ങളുടെയും പിന്തുണയോടുകൂടി കേരളത്തിലെ പ്രതിപക്ഷം നടത്തുന്ന ചില നീക്കങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. കേരളത്തിൽ ഉൾപ്പെടെ ഇതുമായി ബന്ധപ്പെട്ട് ചർച്ചയ്ക്ക് ചെന്ന എല്ലാ ചാനലുകളിലും ഞാൻ പറഞ്ഞു പോന്നിരുന്നത്, ഇത് അടുത്ത മാസം 10-ാം തീയതി തുടങ്ങാനിരിക്കുന്ന നിയമസഭാ സമ്മേളനം ലാക്കാക്കിയുള്ള ഒരു നടപടിയാണ്, ഒരു അജണ്ടയാണ് സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് UDF. അത് വോട്ടെടുപ്പിന് മുമ്പേ പറഞ്ഞു തുടങ്ങിയതാണ് ഞാൻ കേട്ടോ. ഇപ്പോൾ അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. അതുതന്നെയാണല്ലോ. അതേപോലെ തന്നെ ഇന്ന് നിയമസഭാ സമ്മേളനം തുടങ്ങിയ ഇന്ന് തന്നെ അടിയന്തര പ്രമേയം വരുന്നു, ഗവൺമെൻറ് അനുവദിക്കുന്നു. അടിയന്തര പ്രമേയാനുമതി, ചർച്ചയല്ല, പ്രമേയത്തിന് അവതരണാനുമതി കൊടുക്കുന്നു. റോജി M. ജോൺ അത് ചർച്ച ചെയ്യുന്നു. ചർച്ച ചെയ്തിട്ട് അദ്ദേഹം കൊണ്ടുവരാൻ ഉദ്ദേശിച്ചത്, അല്ലെങ്കിൽ UDF ആഗ്രഹിച്ചത്, വലിയ ഒരു അഴിമതി ആരോപണം 2011-16 UDF ഗവൺമെൻറ് നേരിട്ട തരത്തിലുള്ള വലിയൊരു അഴിമതി ആരോപണം LDFൻ്റെ മേൽ ചാർത്താം എന്നുള്ള ലാക്കായിരുന്നു ഈ അടിയന്തര പ്രമേയത്തിന് പിന്നിൽ എന്ന് ആർക്കും പ്രയാസമില്ലാതെ തന്നെ കാണാവുന്നതാണ്. പക്ഷെ സംഭവിച്ചത് എന്താണ്? എന്തെങ്കിലും ഒരു അഴിമതി അവിടെ സ്ഥാപിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. ഞാനും ഉണ്ടായിരുന്നു സഭയിൽ അവിടെ. ഈ സംഭവമൊക്കെ രാവിലെ നടക്കുമ്പോൾ 1-1.25 മണിക്കൂർ കൊണ്ട് സർവ്വവും കഴിഞ്ഞു, സർവ്വവും കെട്ടടങ്ങി, തീർന്നു ആ വിഷയം. അപ്പോൾ അവിടെ പ്രധാനപ്പെട്ട സംഭവം എന്തായിരുന്നു? ഈ ഞാനീ പറഞ്ഞ 1.5 മാസമായിട്ട് ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം, ഡ്രൈ ഡേ പിൻവലിക്കുന്നതിന് സർക്കാരിനെ പ്രേരിപ്പിക്കാനായി മെയ് 21 യോഗം നടന്നു. ആ യോഗത്തിനെ തുടർന്നാണ് ഒരു ബാർ ഉടമയുടെ ശബ്ദ സന്ദേശം പുറത്തേക്ക് വന്നത്. ഇതിൽ ഒരു ബാർ 2 ലക്ഷം രൂപ വെച്ച് കൊടുക്കാൻ ശ്രമിക്കുന്നു. ഇതാണല്ലോ കെട്ടിപ്പൊക്കാൻ ശ്രമിച്ച ആരോപണം. അത് അപ്പാടെ നെടുങ്കൻ ഒരു വങ്കത്തരമായി ആരോപണം കെട്ടടങ്ങി ഇടിഞ്ഞ് താഴെ വീണു. എന്ന് മാത്രമല്ല, LDF ഒരു ഡ്രൈ ഡേയും പിൻവലിക്കാൻ ആലോചിച്ചില്ല എന്ന് മാത്രമല്ല, 2014 അതിൻ്റെ വിശദാംശത്തിലേക്ക് വരാം. എൻ്റെ ആദ്യത്തെ ചോദ്യത്തിൽ ഒരു ഭാഗം താങ്കൾ പറഞ്ഞു അഴിമതി എന്ന രാഷ്ട്രീയ ആരോപണം സ്ഥാപിച്ചെടുക്കാനായില്ല. രണ്ടാമത്തെ പ്രതിപക്ഷത്തിൻ്റെ ഒരു രാഷ്ട്രീയ ലക്ഷ്യം ഇതിൽ ടൂറിസം ഡയറക്ടറിലൂടെ ടൂറിസം മന്ത്രിയെ ഇതിലേക്ക് കൊണ്ടുവരിക. ആ രീതിയിൽ പ്രതിപക്ഷം ഇത് അവതരിപ്പിക്കാൻ ശ്രമിച്ചത് നേരിട്ട് താങ്കൾ ഇന്ന് സഭയിൽ തന്നെ കണ്ടയാളാണ്. അതിൽ പ്രതിപക്ഷത്തിന് വിജയിക്കാനായോ? അല്ല, അത് ടൂറിസം ഡയറക്ടറെ കൊണ്ടുവരുന്നത് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. മന്ത്രി റിയാസിനെ ഇന്നത്തെ പെടുത്താൻ ശ്രമിക്കുന്ന എന്തിനാണ്? മുഖ്യമന്ത്രി അതിലേക്ക് കുരുക്കാൻ വേണ്ടിയിട്ടാണ്. അതാണല്ലോ ചൗപ്പട്ട് രാജാവിൻ്റെ, ആനന്ദിൻ്റെ ഗോവർദ്ധൻ്റെ യാത്രകൾ എന്ന നോവലിലെ ചൗപ്പട്ട് രാജാവിൻ്റെ കാര്യം MP രാജേഷ് നിയമസഭയിൽ തന്നെ ഉദ്ധരിച്ചല്ലോ. ഒരു കുരുക്കും കൊണ്ട് നടക്കുകയാണ്. അതിന് ഇവിടെ ആരോഗ്യമന്ത്രി, എക്സൈസ് മന്ത്രി, ടൂറിസം മന്ത്രി, ആരുടെയും കഴുത്തിന് ആ കുരുക്ക് പാകമാകുന്നില്ല.
അപ്പോൾ ഇവരെല്ലാം ആ കുരുക്ക് ഇടാൻ പാകത്തിനുള്ള ആൾക്കാരെല്ലാം പ്രതിപക്ഷ നിലയിൽ ഇരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് എം പി രാജേഷ് ഒരു കാര്യം കൂടെ പറഞ്ഞു. കഴിഞ്ഞ 8 വർഷമായിട്ട് ഈ കുരുക്ക് ആരുടെ മേൽ കുരുക്കാനാണ് ഇവർ ഉന്നിയിരിക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ അവരെ കൊണ്ട് അതിന് കഴിയുന്നുമില്ല. ഇതാണ് മുഖ്യമന്ത്രിയിലേക്ക് എല്ലാ ആരോപണങ്ങളും കൂടെ തളച്ചു നിർത്തുക എന്നുള്ളൊരു ഗൂഢാലോചന, അത്ര അജണ്ടയും വെച്ചുകൊണ്ടാണല്ലോ UDF വരുന്നത്. ഇനിയും സമരമുണ്ട് എന്നാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. പക്ഷേ എന്ത് സമരമാണ് ചെയ്യുന്നത്? അത് ചിത്തരഞ്ജൻ MLA ആദ്യം തന്നെ പറഞ്ഞല്ലോ, ഉണ്ടയില്ല വെടിയെന്ന് മാത്രം പറഞ്ഞാൽ പോരെന്ന് എനിക്ക് തോന്നുന്നത്. ഈ പുക മാത്രമേ കാണൂ, വേറൊന്നും കാണില്ല. ഇപ്പോൾ ഇന്ന് പുക പോലും ഉണ്ടായില്ല. ആ പുക പോലും ഉണ്ടാക്കാൻ കഴിയാത്ത വിധത്തിൽ, ഒരു പൊടിപടലം പോലും ഉയർത്താൻ കഴിയാത്ത വിധത്തിലാണ് എം പി രാജേഷ് സഭയിൽ അത് പൊളിച്ചടുക്കിയത്. അതിനെ ചേർന്ന് നിന്നുകൊണ്ട് നമ്മുടെ ടൂറിസം പൊതുമരാമത്ത് മന്ത്രി കൃത്യമായ കാര്യങ്ങൾ സഭയിൽ 2 മിനിറ്റ് കൊണ്ട് അവതരിപ്പിക്കുകയും ചെയ്തു. അതിൻ്റെ നട്സൽ എന്താണെന്നുള്ളത് 40 യോഗങ്ങൾ വരെയാണ് ടൂറിസം ഡയറക്ടർ ഒരു മാസം വിളിച്ചു ചേർക്കുന്നത്. പലതരത്തിലുള്ള ചർച്ചകൾ വരും. അതിൻ്റെ സബ്ജക്റ്റ് വെക്കുന്നത് ആരാണ്? മന്ത്രിയാണോ തീരുമാനിക്കുന്നത്? അല്ലെ മന്ത്രിയുടെ ഓഫീസാണോ തീരുമാനിക്കുന്നത്? ടൂറിസം ഡയറക്ടർ എന്ന് പറഞ്ഞാൽ IAS കാരനാണെന്നേ. അദ്ദേഹം ഒരു പ്രധാനപ്പെട്ട ബ്യൂറോക്രാറ്റാണ് ഗവൺമെൻറ്റിൻ്റെ ബിസിനസ്സിൽ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വകുപ്പ് എങ്ങനെയാണ്, അവിടുത്തെ പ്രശ്നങ്ങൾ എങ്ങനെയാണ്, അത് തരണം ചെയ്യേണ്ടത് എങ്ങനെയാണ്, സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ മീറ്റിംഗ് വിളിക്കുമ്പോൾ ഈ MLA പറഞ്ഞതുപോലെ തന്നെ ഈ ഹൗസ് ബോട്ടുകാരെന്തിനാണ് വരുന്നത് മദ്യനയം തീരുമാനിക്കാനാണെങ്കിൽ? അവിടെ തന്നെ പൊളിഞ്ഞില്ലേ? അവ ആവർത്തിച്ച് പ്രതിപക്ഷ നേതാവ് വരുന്ന ഒരൊറ്റ കാര്യത്തിലാണ്, എന്തിനാണ് ടൂറിസം ഡയറക്ടർ ഈ അജണ്ട ഇങ്ങനെ തീരുമാനിച്ചത്? അജണ്ട എന്ന് പറഞ്ഞാൽ എന്താണ് സർ? അജണ്ട എന്ന് പറഞ്ഞാൽ കാര്യപരിപാടി എന്നാണ് മലയാളത്തിൽ പറയുന്നത് എന്നറിയാത്ത ആളാണോ നമ്മുടെ ഈ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ്? ഏതായാലും ഇവിടെ ഇരിക്കുന്ന പാനലിസ്റ്റ് ആയിട്ടുള്ള ശ്രീ റോഡി സാറിന് അറിയാമല്ലോ, പ്രൊഫസറും കൂടെ അറിയാമല്ലോ എന്ത് കാര്യപരിപാടി. ജയചന്ദ്രൻ, താങ്കൾ പറഞ്ഞതുപോലെ ഈ ടൂറിസം ഡയറക്ടറുടെ ആ മീറ്റിംഗിന്റെ കാര്യപരിപാടിയിൽ ബാർ ലൈസൻസ് ഇഷ്യൂ എന്നോ മറ്റോ ഉണ്ട് എന്നതിനെയാണ് ആവർത്തിച്ച് ചൂണ്ടിക്കാട്ടാൻ ശ്രമിച്ചതും. എക്സൈസ് പോളിസി റിന്യൂവൽ അതാണ് സബ്ജക്റ്റ് അതാണ്. അല്ല, സബ്ജക്റ്റ് അതാണ് എക്സൈസ് പോളിസി റിന്യൂവൽ. ആ എക്സൈസ് പോളിസി റിന്യൂവലിനുള്ളത് ഗവൺമെൻറ്റിൻ്റെ മുമ്പിലുള്ള അജണ്ടയാണ്. അതുകൊണ്ട് നമ്മൾ തീരുമാനിച്ചു കളയാം എന്നുള്ളതല്ലല്ലോ. അത് സംബന്ധിച്ച് നിരന്തര പരാതികൾ ഇതിന് മാത്രം ഒരു MLA എന്ന നിലയിൽ ഇതേക്കുറിച്ച് മാത്രം, അതായത് അതിൽ താങ്കൾ പറഞ്ഞ പോലെ പല മേഖലകളിൽപ്പെട്ടവർ പങ്കെടുക്കുന്നു. അവരവരുടെ താല്പര്യാർത്ഥമുള്ള അവരവരുടെ പ്രശ്നങ്ങൾ ഇതിൽ വിഷയമായി കാര്യപരിപാടിയിൽ വരുന്നു എന്നാണോ അതിനെ മനസ്സിലാക്കേണ്ടത്? നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ടൂറിസം എന്ന് പറഞ്ഞാൽ അത് നിരന്തരം അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ്. ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന റിസോർട്ടുകൾ, ഹോട്ടലുകൾ, അതുപോലെ തന്നെ ഹൗസ് ബോട്ടുകൾ, ഇവൻറ്റ് മാനേജ്മെൻറ്റ് ഗ്രൂപ്പുകൾ, ഇവരെല്ലാം ഈ ടൂറിസം മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരാണ്. ഇവരുടെ ഒരു ഡിമാൻഡുകൾ എല്ലാവരും നിരന്തരമായി വെക്കുന്ന ഡിമാൻഡാണ് ഈ വ്യവസായങ്ങളിൽ, പ്രത്യേകിച്ച് ഇപ്പോൾ IT പാർക്കുകളടക്കം നിരന്തരം നമ്മുടെ രാജ്യത്ത് അവിടങ്ങളിൽ മറ്റ് സ്റ്റേറ്റുകളിലെല്ലാം ഉള്ളതുപോലെ തന്നെ നമ്മുടെ നാട്ടിലും ഉണ്ടാകണമെന്നുള്ള നിലയിലേക്കുള്ള ഡിമാൻഡുകൾ. ഞാനിതിനകത്തൊരു ഒരൊറ്റ കാര്യം ശ്രദ്ധപ്പെടുത്താം. ഞാനിപ്പോൾ മിനിറ്റ്സ് എടുക്കുകയായിരുന്നു. 21/5/2024 വിളിച്ചുകൂട്ടിയ യോഗത്തിൽ പങ്കെടുത്തവർ കേരള ട്രാവൽ മാർട്ട് സൊസൈറ്റിയുടെ പ്രസിഡന്റ് ആൻഡ് സെക്രട്ടറി, ഇവൻറ്റ് മാനേജ്മെൻറ്റ് അസോസിയേഷൻ, ഹൗസ് ബോട്ട് അസോസിയേഷനുകൾ, ഫെഡറേഷൻ ഓഫ് കേരള ഹോട്ടൽസ് അസോസിയേഷൻ, സൗത്ത് കേരള ഹോട്ടൽ ഫെഡറേഷൻ, അസോസിയേഷൻ ഓഫ് അപ്രൂവ്ഡ് ആൻഡ് ക്ലാസിഫൈഡ് ഹോട്ടൽസ് കേരള ടൂറിസം ഡെവലപ്മെൻറ്റ് അസോസിയേഷൻ, ഇവരൊക്കെയാണ് പങ്കെടുത്തത്. ഈ യോഗത്തിൽ വെച്ചാണോ ഇത് നിശ്ചയിക്കുന്നത്? മനസ്സിലായി. പിന്നെ ആ ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നതിന് വേണ്ടി വിളിച്ചപ്പോൾ അതിനകത്ത് ഒരു കാര്യം ചൂണ്ടിക്കാണിച്ചിരുന്നു. ഈ KTM അടക്കമുള്ള ഈ ട്രാവൽ മാർട്ട് സംഘടന അവരുടെ നിവേദനങ്ങൾ കൂടി ഇതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ ഈ ടൂറിസം സെക്ടറിൽ മദ്യം ഉപയോഗവുമായി ബന്ധപ്പെട്ട വിഷയം അവർ നിരന്തരമായി ഉന്നയിക്കുന്നതാണ്. അതിന് ചുരുക്കി ഇതിനകത്ത് കൊടുത്തിരുന്നു ലിക്കർ പോളിസി. ഈ ലിക്കർ പോളിസി എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ മദ്യനയമല്ല. കേരളത്തിൻ്റെ മദ്യനയം ചർച്ച ചെയ്ത് നേരത്തെ പറഞ്ഞ സ്റ്റേറ്റ് ഹോൾഡേഴ്സ് അടക്കമുള്ള അവരുമായി ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ചർച്ചകളെല്ലാം ചെയ്യും. എത്രയോ കടമ്പകൾ കടന്നതിന് ശേഷമാണ് മദ്യനയം പ്രഖ്യാപിക്കുന്നത്. ഈ 8-10 സംഘടനകളെ വിളിച്ചിരുത്തി അവരുമായി ചർച്ച ചെയ്തുകൊണ്ടാണോ ഇത് നമ്മൾ സംഘടിപ്പിക്കാൻ ശ്രമിക്കുന്നത്? അപ്പോൾ അതുകൊണ്ട് തന്നെ ടൂറിസം ഡയറക്ടർ ഒരു മാസത്തിൽ നിരവധി കോൺഫറൻസുകൾ വിളിച്ചു കൂട്ടും. ആ കോൺഫറൻസുകളുടെ ഭാഗമായി തന്നെ അയച്ചിട്ടുള്ള ഒരു വിഷയത്തെയാണ്, അതിനകത്ത് ഇത്രയും സംഘടനകൾ പങ്കെടുത്തുകൊണ്ടുള്ള വിഷയത്തിലാണ്
ഇതാണ് മദ്യനയം രൂപീകരിക്കുന്ന യോഗം എന്നുള്ള നിലയിലാണ് പ്രചരിപ്പിക്കുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. റൈറ്റ്. ഇവിടെ ഞാൻ റോണിയിലേക്ക് വരികയാണ്. റോണി, ഇക്കാര്യത്തിൽ ഒരു പ്രധാനപ്പെട്ട വ്യക്തത ഈ നിങ്ങളുടെ അടിയന്തര പ്രമേയം കൊണ്ട് സംഭവിച്ചത്, ഞാനത് ആവർത്തിച്ചു പറയുകയാണ്, മുൻ സർക്കാരുകളുടെ കാലത്തും ഈ മദ്യനയവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അനുബന്ധ വകുപ്പുകളുടെ അഭിപ്രായങ്ങൾ, അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ, പക്ഷേ അതല്ല മദ്യനയ രൂപീകരണം എന്ന് പറയും. ഇത് രണ്ടും രണ്ടാണ്, നടന്നിട്ടുണ്ട്. കുറേ കൂടി സ്പഷ്ടവും വ്യക്തവുമായി UDF സർക്കാരാണ് ചെയ്തിട്ടുള്ളത്. ഇതാരും ഒളിച്ചുകളിയുടെ പ്രശ്നമല്ല. അങ്ങനെ തോന്നിപ്പിക്കുന്നത് ഇതിന് നിങ്ങളങ്ങനെ ഒരു മാനം കൊടുക്കാൻ ശ്രമിച്ചിടത്താണ്. നിങ്ങളുടെ ഭരണകാലത്ത് അതാ ഒന്നുകൂടി ഇന്ന് സഭയിൽ ഇതേക്കുറിച്ച് മന്ത്രി MB രാജേഷ് പറഞ്ഞത്, രേഖകൾ ഉയർത്തിക്കാട്ടി സംസാരിച്ച് നിങ്ങളുടെ ഭരണകാലത്ത് ഇതുമായി ബന്ധപ്പെട്ട് ചെയ്തത് പറഞ്ഞത് നമ്മളൊരു വളരെ കണ്ടന്റിൽ നിന്ന് ചർച്ച ചെയ്യുന്നതുകൊണ്ടാണ് അത് കാണേണ്ടി വരുന്നത്. അതാ രണ്ടാം ഭാഗം ഒന്ന് കണ്ടുകൊണ്ട് ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ VK ഇബ്രാഹിം കുഞ്ഞ്, മിനിസ്റ്റർ ഫോർ പബ്ലിക് വർക്ക്സ്, അദ്ദേഹം മുഖ്യമന്ത്രിക്ക് ഫോർവേഡ് ചെയ്ത ഒരു നിവേദനം, ആരുടെ? നേരത്തെ പറഞ്ഞ സ്റ്റേക്ക് ഹോൾഡേഴ്സിൽ ഒരു കൂട്ടരുടെ അവരുടെ നിവേദനം എന്താണ്? റിക്വസ്റ്റ് ടു സേവ് ടൂറിസം ഇൻഡസ്ട്രി ഫ്രം ദ ക്രൈസിസ് ഇവോൾവ് ഡ്യൂ ടു ദ ഇംപ്ലിമെന്റേഷൻ ഓഫ് ദ ന്യൂ ലിക്കർ പോളിസി ഇൻ ദ സ്റ്റേറ്റ്. അതായത് നിങ്ങളുടെ അന്നത്തെ മദ്യനയം ക്രൈസിസ് ഉണ്ടാക്കിയെന്ന് സ്റ്റേക്ക് ഹോൾഡേഴ്സ് പറയുന്നു. അത് പഠിക്കണം എന്നാവശ്യപ്പെട്ട് ഇബ്രാഹിം കുഞ്ഞ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് നിവേദനം കൊടുക്കുന്നു. ആ നിവേദനം ആർക്ക് കൊടുത്തു? മിനിസ്റ്റർ ടൂറിസം മേ സി. മിനിസ്റ്റർ ടൂറിസം എന്ത് ചെയ്തു? സെക്രട്ടറി ടൂറിസം ഉചിത നടപടി സ്വീകരിക്കാൻ ചുമതലപ്പെടുത്തിയത് സെക്രട്ടറി ടൂറിസത്തെയാണ്. അല്ല, അതിലൊന്നും തെറ്റില്ല. ഇവിടെ യോഗം ചേർന്നാൽ തെറ്റാണല്ലേ? അപ്പോ നിങ്ങളുടെ മദ്യനയം ടൂറിസത്തിന് വരുത്തിയ തിരിച്ചടിയെ കുറിച്ച് പഠിച്ച റിപ്പോർട്ടാണ് ഇത്. അപ്പൊ അതിന് ടൂറിസം സെക്രട്ടറിയെ ചുമതലപ്പെടുത്തി. റൈറ്റ്. ഇതിലാണ് ഈ വിഷയത്തെ സമീപിച്ച UDFന്റെ ഇരട്ടത്താപ്പ് വെളിപ്പെടുന്നത്. ഇങ്ങനെയാണ് ശ്രീ റോണി കെ ബേബി. അവിടെ നിന്ന് പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങളിലേക്ക് കൂടി ഇന്ന് മന്ത്രി പോകുന്നത് നിങ്ങൾക്ക് കേട്ടിരിക്കേണ്ടി വന്നു. യഥാർത്ഥത്തിൽ ആരാണ് ബാറുകാരെ സംരക്ഷിക്കുന്നത് എന്ന ഗൗരവമായ പ്രശ്നം. ഡ്രൈഡേ നിങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഈ ഡ്രൈഡേയുടെ കാര്യത്തിൽ നിങ്ങളെടുത്തിട്ടുള്ള തീരുമാനങ്ങളുടെ വെളിപ്പെടുത്തലുകൾ അത് വ്യക്തമായി മന്ത്രി അവതരിപ്പിച്ചത് യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് വലിയ തിരിച്ചടിയായില്ലേ? ബൂമറാങ്ങായി മാറിയില്ലേ? നിങ്ങൾക്കതിൽ എത്ര പിരിച്ചു എന്ന് ഞാൻ ചോദിക്കുന്നില്ല എന്ന് മന്ത്രി പറയുന്നിടത്ത് ആ ചോദ്യമുണ്ട്. നിങ്ങളിതൊക്കെ ചെയ്തത് വലിയ പിരിവ് നടത്തിയാണോ എന്ന രീതിയിലുണ്ട്. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. താങ്കൾ പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഈ ചർച്ചയുടെ ഭാഗമായി അതെടുക്കാം. അപ്പോൾ നിങ്ങളുടെ ഇരട്ടത്താപ്പാണ് യഥാർത്ഥത്തിൽ നിങ്ങളുടെ തന്നെ അടിയന്തര പ്രമേയത്തിലൂടെ ഇന്ന് സഭയിൽ വെളിപ്പെട്ടതെന്ന് വന്നാലോ? ശരത്തെ, എനിക്ക് എന്റെ ഭാഗം വിശദീകരിക്കാൻ എനിക്കൊരു സമയം തരണം. എനിക്ക് ഇതുവരെ ഈ ചർച്ച 35 മിനിറ്റ് കഴിഞ്ഞു. എനിക്ക് കൃത്യമായിട്ടൊന്ന് സംസാരിക്കാനുള്ള ഒരു അവസരം കിട്ടിയിട്ടില്ല. എനിക്ക് എന്റെ ഭാഗം ഒന്ന് കൃത്യമായി സംസാരിക്കാനുണ്ട്. ഇവിടെ ഞാൻ വളരെ കൃത്യമായി പറഞ്ഞല്ലോ, ഞങ്ങളുടെ ബഹുമാനപ്പെട്ട മന്ത്രി K ബാബു, ഞങ്ങൾ വളരെ കൃത്യമായി, അല്ലാതെ സർക്കാർ അറിയാതെ ഈ പറയുന്ന ടൂറിസം തൊഴിൽ മന്ത്രിമാർ അല്ലെങ്കിൽ സെക്രട്ടറിമാർ കൂടി ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയെന്നുള്ളതല്ലല്ലോ പറഞ്ഞത്. സർക്കാരിന്റെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ബന്ധപ്പെട്ട സെക്രട്ടറിമാർ ഈ കാര്യങ്ങളെ കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് നൽകി. അങ്ങനെ മദ്യനയത്തിൽ ആവശ്യമായ ഭേദഗതി വരുത്തി. ഇവിടെ എന്താ വിഷയം? ഇവിടുത്തെ പ്രശ്നം എന്താണെന്നറിയോ? ഈ അഴിമതി ആരോപണം ഉയർന്നപ്പോൾ തന്നെ 2 മന്ത്രിമാർ, ബഹുമാനപ്പെട്ട MB രാജേഷും ബഹുമാനപ്പെട്ട മുഹമ്മദ് റിയാസും പറയുന്നു, സർക്കാർ ഇതിനെക്കുറിച്ച് ഒന്നും അറിയത്തില്ല, ഞങ്ങൾ ഇതിനകത്ത് ഒരു പ്രാരംഭ ചർച്ച നടത്തിയിട്ടില്ല. അപ്പോൾ അവിടെ ഒരു സാധാരണ പൗരന് ഉയരുന്ന ഒരു സ്വാഭാവികമായിട്ടുള്ള സംശയം, ഈ ബന്ധപ്പെട്ട മന്ത്രിമാർ അറിയാതെയാണോ ഈ പറയുന്ന വകുപ്പ് സെക്രട്ടറിമാർ ഈ പറയുന്ന കാര്യങ്ങളുമായി മുന്നോട്ട് പോകുന്നത്? സുപ്രധാനമായ ഒരു നയ തീരുമാനത്തിൽ, നയപരമായ കാര്യത്തിൽ ഈ മന്ത്രിമാരോ മന്ത്രിസഭയോ ഒന്നും അറിയാതെ ഇങ്ങനെ ഈ 2 സെക്രട്ടറിമാർക്കും ചീഫ് സെക്രട്ടറിക്കും കൂടി ആലോചിച്ച് തീരുമാനം എടുക്കാൻ പറ്റുന്നതാണോ? ഒരു കാര്യം നമുക്ക് ഇവിടെ നിഷേധിക്കാൻ കഴിയില്ല. ഇവിടെ മെയ് 21 ടൂറിസം സെക്രട്ടറി യോഗം വിളിച്ചിട്ടുണ്ട്. ആ മെയ് 21 ടൂറിസം സെക്രട്ടറി വിളിച്ച യോഗത്തിന്റെ ആധാരം എന്ന് പറയുന്നത് മാർച്ച് മാസം 1 ചീഫ് സെക്രട്ടറി വിളിച്ച യോഗത്തിൽ ചീഫ് സെക്രട്ടറി ടൂറിസം സെക്രട്ടറിയെ ചുമതലപ്പെടുത്തുക. എന്താ? അബ്കാരി ഭേദഗതിയെ കുറിച്ച് പഠിക്കുവാൻ ടൂറിസം സെക്രട്ടറി ചുമതലപ്പെടുത്തി. അതിന്റെ അടിസ്ഥാനത്തിൽ 21 അജണ്ടയിലെ എന്താ പോളിസി റിവ്യൂ മീറ്റിംഗ് എന്നാണ്. അബ്കാരി പോളിസി റിവ്യൂ മീറ്റിംഗ്. പല വിഷയങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ടാവാം, പല സ്റ്റേക്ക് ഹോൾഡേഴ്സ് പങ്കെടുത്തിട്ടുണ്ടാവാം. പക്ഷേ ആ ചർച്ചകളിൽ ഒരു അജണ്ട, ആ അജണ്ട മാത്രമാണെന്ന് ഞാൻ പറയുന്നില്ല, പല അജണ്ടകളിൽ ഒന്ന് എന്ന് പറയുന്നത് അബ്കാരി പോളിസി റിവ്യൂ എന്നതാണ്. അപ്പോൾ എനിക്കിവിടെ കാതലായി ചോദിക്കാനുള്ള ചോദ്യം, ഞാൻ ഒറ്റ കാര്യം പറയാം. ഈ ആരോപണം ഉയർന്നു വന്നപ്പോൾ ബന്ധപ്പെട്ട മന്ത്രിമാർ പറയുകയാണ് സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ തുടങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അതിനകത്ത് എന്താ പിന്നെ അപകടം ഇരിക്കുന്നത്? ഇവിടെ അപകടം വരുന്നത് എവിടെയാണ്? അഴിമതി നടന്നിട്ടുണ്ടോ, പണം മേടിച്ചിട്ടുണ്ടോ? ഇപ്പോൾ അഴിമതി നടന്നിട്ടുണ്ടോ, പണം മേടിച്ചിട്ടുണ്ടോ എന്ന് ഇവിടെ പറയാൻ കൃത്യമായ അന്വേഷണത്തിലേക്ക് പോകാം.
ഇത് അതെ, ആ ഉമ്മൻചാണ്ടി അന്വേഷണം സർക്കാരിന്റെ നടക്കുകയല്ലേ കാലത്ത് റോണി? മാർക്കോണിയുമായി ആ ബന്ധപ്പെട്ട് അന്വേഷണം നടക്കുകയല്ലേ? അല്ല, ഞാൻ ചോദിട്ടെ, പ്രതിപക്ഷ നേതാവ്, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് കൊടുത്ത പരാതിയിൽ എന്ത് അന്വേഷണം ഇവിടെ നടന്നത്? അന്ന് ബഹുമാനപ്പെട്ട VS അച്യുതാനന്ദൻ പരാതി കൊടുത്ത ഉടനെ മുഖ്യമന്ത്രിയായിരുന്നു ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി. അതെ, അതുപോലെ അതേ ദിവസം തന്നെ എക്സൈസ് മന്ത്രിയുടെ ഓഫീസ് പരാതി കൊടുക്കുന്നു. നിങ്ങളതിൽ പറയുന്നത് എന്താണ്? ഇന്ന് സഭയിലും നിങ്ങൾ പറഞ്ഞത് എന്തന്വേഷണമാണ്, ശബ്ദരേഖ എങ്ങനെ പുറത്തു വന്നു എന്നുള്ളതാണ് അന്വേഷിക്കുന്നത് എന്ന നിലയിലേക്ക് നിങ്ങൾ ആ പരാതിയെക്കുറിച്ച് വേറൊരു തരത്തിൽ ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നു. ഇന്ന് മന്ത്രി എന്താണ് പറഞ്ഞത്? മന്ത്രി പറഞ്ഞത് എൻ്റെ ഓഫീസ് കൊടുത്ത പരാതിയുടെ അവസാനത്തെ വാചകം നോക്കണം. അദ്ദേഹം പറഞ്ഞത് ഇല്ലാത്ത മദ്യനയത്തെക്കുറിച്ച്. അത് തന്നെയല്ലേ ഇന്നും സഭയിൽ പറഞ്ഞത്. മദ്യനയ രൂപീകരണ ചർച്ചകൾ ആരംഭിച്ചിട്ടില്ല, അത് ആരംഭിക്കേണ്ടത് എക്സൈസ് മന്ത്രിയാണ്. സ്റ്റേക്ക് ഹോൾഡേഴ്സുമായി ബന്ധപ്പെട്ട് ഈ ബോട്ട് ഓണേഴ്സ് അസോസിയേഷൻ അല്ലല്ലോ സ്റ്റേക്ക് ഹോൾഡർ എന്ന് പറയുന്നത്. എക്സൈസ് വകുപ്പിൽ സ്റ്റേക്ക് ഹോൾഡേഴ്സുമായി നടത്തുന്ന ചർച്ചയിലൂടെയാണ് മദ്യനയ രൂപീകരണ ആലോചനകൾ തുടങ്ങുന്നത്. അതിൻ്റെ കരട് പോലും വന്നിട്ടില്ല. അതാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഓഫീസ് കൊടുത്ത പരാതിയിൽ ഇല്ലാത്ത മദ്യനയത്തെക്കുറിച്ച് കിംവദന്തി പരത്തി. എന്താണ് കിംവദന്തി? ഒരു ബാർ ഉടമ, ആ അസോസിയേഷൻ്റെ ഇടുക്കിയിലെ നേതാവ്, അയാളുടെ ശബ്ദരേഖയായി വാട്സപ്പിലൂടെ പ്രചരിക്കുന്നു. അതാണ് കിംവദന്തി. പ്രചരിപ്പിക്കുന്നു. എന്താണ്? പണം പിരിക്കാൻ നടത്തുന്നു, പണം പിരിവുമായി ബന്ധപ്പെട്ട ശബ്ദരേഖയാണല്ലോ. ആ കിംവദന്തി, അത്തരം പ്രചാരണത്തിലൂടെ പണം പിരിക്കാൻ നടത്തുന്ന ശ്രമങ്ങളെക്കുറിച്ചും അന്വേഷിക്കണം എന്ന് പരാതി വരുമ്പോൾ, ആ പരാതിയിലുള്ളപ്പോൾ അത് നിങ്ങൾ എങ്ങനെയാണ് സൗകര്യാർത്ഥം വെട്ടിമാറ്റുന്നത്? എന്നിട്ട് നിങ്ങൾക്ക് പാകമാകുന്ന കാര്യം മാത്രം ഇങ്ങനെയാണ് ഒരു പരാതിയെ പ്രതിപക്ഷം സമീപിക്കേണ്ടത്? അപ്പോൾ ആ പരാതി ജെനുവിനാണ്. ആ പരാതി DGPയുടെ മുമ്പിലുണ്ട്. സ്വാഭാവികമായി അതിന് പിന്നാലെ വരുന്ന പ്രതിപക്ഷ നേതാവിൻ്റെ പരാതിയും അവിടെയുണ്ട്. ഇതാകെ പരിശോധിച്ചു വരുന്നു. അവിടെ ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് പ്രസക്തമല്ലേ? ആ അന്വേഷണത്തെ തുടർന്ന് കൂടുതൽ അന്വേഷണം നടക്കേണ്ടതായ ഒരു അന്തരീക്ഷം വന്നാൽ സംഭവിക്കും. ദാറ്റ് മീൻസ് ക്വിക്ക് വെരിഫിക്കേഷൻ പോലെ തന്നെ ഒരു അന്തരീക്ഷത്തിലാണ് കാര്യങ്ങൾ നടന്നു പോകുന്നത്. അതിൽ നിന്നാണ് അടുത്തൊരു അന്വേഷണം വേണോ വേണ്ടയോ എന്നറിയേണ്ടത്. അത് നടന്നു വരികയാണല്ലോ. ഈ സ്ഥലത്തെ ബഹുമാനപ്പെട്ട അല്ലെങ്കിൽ സർക്കാരിന്റെ ഭാഗമായിട്ടുള്ള ഏറ്റവും സുപ്രധാനമായ വകുപ്പുകളിൽ ഒന്ന് കൈകാര്യം ചെയ്യുന്ന ബഹുമാനപ്പെട്ട MP രാജേഷ് പരാതി നൽകിയിട്ട് ഇന്ന് 2 ആഴ്ച പിന്നിട്ടിരിക്കുകയാണ്. ഈ 2 ആഴ്ച പിന്നിട്ടിട്ട് ഇത്രയും ഗൗരവകരമായ ഒരു ആരോപണം ഉയർന്നിട്ട് അതിന്റെ ഈ പറയുന്ന ചൂട് പിടിച്ചുകൊണ്ടുള്ള അന്വേഷണം ക്രൈംബ്രാഞ്ചിന്റെ ഭാഗത്തുണ്ടായോ? 2 ദിവസം അന്വേഷണം നടത്തി ക്രൈംബ്രാഞ്ച് റിപ്പോർട്ട് ക്ലോസ് ചെയ്തു. ആ റിപ്പോർട്ട് നമ്മളൊക്കെ കണ്ടതാ. ആ റിപ്പോർട്ടിൽ എന്താ പറഞ്ഞിരിക്കുന്നറിയോ? മറ്റു ഭാഗങ്ങളെ കുറിച്ച് ഒന്നും അന്വേഷിക്കുന്നില്ല. എങ്ങനെയാണ് അല്ല, എന്തുകൊണ്ടാണ് ആ പരാതിക്കാരൻ അതിൽ ആ ബാറുടമ തന്നെ അയാൾക്കുണ്ടായ വെളിപാട് പോലെ സംഭവിച്ചതാണ് എന്ന നിലയിൽ അയാൾ തന്നെ പറയുന്നു. അതിൽ നിന്ന് തന്നെ വെളിപ്പെടുന്ന കുറേ കാര്യങ്ങളുണ്ട്. സ്വാഭാവികമായ അന്വേഷണ സംഘത്തിന് അതും മുഖവിലേക്ക് എടുക്കേണ്ടി വരില്ലേ? അല്ല, അതെന്തൊരു ന്യായമാണ്? ഒരാള് ഒരു ശബ്ദ സംഭാഷണത്തിൽ ഒരു കാര്യം പറയുന്നു, സർക്കാരിനെ കരിവാരി തേക്കുവാൻ വേണ്ടിയിട്ട് കൃത്യമായിട്ടുള്ള ആരോപണങ്ങൾ പറയുന്നു, പിറ്റേ ദിവസം അയാൾ പറയുന്നു. അപ്പോൾ നിങ്ങളുടെ സർക്കാരിനെ, അല്ലെ ഇടതുപക്ഷ സർക്കാരിനെതിരെ ഇത്രയും ഗുരുതരമായ ഒരു ആരോപണത്തിന് കാരണമായ ശബ്ദ സംഭാഷണത്തിന് ഉത്തരവാദി ആരാണോ അയാളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് കൃത്യമായ അന്വേഷണം നടത്തണം. മറ്റാരെങ്കിലുമാണ് ഗൂഢാലോചനയിൽ പങ്കെടുത്തിട്ടുള്ളത്, അവർക്കിടെ കേസെടുക്കണം. കാരണം ഒരു സർക്കാരിനെ തേജോധനം ചെയ്യാൻ വേണ്ടിയാ ഒരു മന്ത്രിസഭയെ അഴിമതി ആരോപണത്തിൽ എന്ന് വെച്ചാൽ അതിനർത്ഥം അന്വേഷണം വൈകുന്നു എന്നാണോ പ്രതിപക്ഷം? അന്വേഷണം ഇല്ല എന്നല്ല അതിനർത്ഥം. അന്വേഷണം ഇല്ല എന്ന് പറയാൻ പറ്റില്ല. ഈ ഒരു നിമിഷം ഈ ചാപ്റ്ററോട് ക്ലോസ് ചെയ്യാം. ഈ സർക്കാരിന്റെ കരങ്ങൾ ശുദ്ധമാണെങ്കിൽ, ഈ പറയുന്ന പോലെ ടൂറിസം അല്ലെങ്കിൽ എക്സൈസ് മന്ത്രിമാരുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ലെങ്കിൽ ഈ നിമിഷത്തിൽ ഉത്തരവിട് ക്വിക്ക് വെരിഫിക്കേഷൻ വിജിലൻസ് നടത്തട്ടെ. അല്ല, ഇപ്പോൾ നടക്കുന്നതോ? ശ്രീ ചിത്തരഞ്ജൻ, ഞാൻ റോണിയിലേക്ക് വരാം. ശ്രീ ചിത്തരഞ്ജൻ, അദ്ദേഹം ഇതിൽ ഒരു സംശയമോ ദുരൂഹതയോ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്ന ഭാഗം ഇങ്ങനെയാണ്. എന്താണ് അതിന് താങ്കളുടെ മറുപടി അന്വേഷണവുമായി ബന്ധപ്പെട്ട്? അതിലൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. ഇന്നിവർ ചോദിച്ചതിലുണ്ട് എന്ത് അന്വേഷണമാണ് നടക്കുന്നത്, ഈ അസോസിയേഷൻ്റെ രജിസ്റ്റർ പരിശോധിച്ചോ, ബാങ്ക് അക്കൗണ്ടുകൾ പരിശോധിച്ചോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടുകൂടിയാണ് ഈ അന്വേഷണത്തെ ഇവർ ചോദ്യം ചെയ്യുന്നത്. അഴിമതി നിരോധന നിയമപ്രകാരം അന്വേഷണം വേണം എന്ന നിലയിൽ പ്രതിപക്ഷ നേതാവ് അടക്കം ഇന്ന് സഭയിൽ പറയുന്ന സാഹചര്യം ഉണ്ടായല്ലോ. അല്ല, ഈ ശബ്ദ സന്ദേശം പുറത്തു വന്നല്ലോ. ഈ ശബ്ദ സന്ദേശത്തിൻ്റെ ഉടമയായ ഈ ബാർ ഹോട്ടലുകളുടെ നേതാവ്, അയാളുടെ ശബ്ദ സന്ദേശം കേട്ടാൽ സർക്കാരിൽ കാശ് കൊടുക്കണമെന്നോ മന്ത്രിക്ക് കാശ് കൊടുക്കണമെന്നോ ഒന്നും അയാൾ പറഞ്ഞിട്ടില്ലല്ലോ. അങ്ങനെ വല്ലതും കേട്ടോ? നിങ്ങൾ ആരെങ്കിലും കേട്ടോ? അതിനകത്ത് 2.5 ലക്ഷം രൂപ വീതം ഇങ്ങനെ കൊടുക്കണം, കൊടുത്തില്ലെങ്കിൽ 1/3 വന്നിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം പരസ്പര വിരുദ്ധമായി ഏതാണ്ടൊക്കെ അവരുടെ സംഘടനയ്ക്കുള്ളിലുള്ളതോ അല്ലെങ്കിൽ സംഘടനയുമായി ബന്ധപ്പെട്ടതോ ആയ ചില കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. അത് ഗവൺമെൻറ്റുമായി യാതൊരു ബന്ധമുള്ളതല്ല എന്നൊക്കെ അയാൾ തന്നെ പിന്നീട് തിരുത്തി പറയുകയും, ഇതെല്ലാം അന്വേഷിക്കുന്നതിന് വേണ്ടിയല്ലേ ക്രൈംബ്രാഞ്ചിന് വിട്ടിരിക്കുന്നത്? എന്തിനായി തിടുക്കം കൂട്ടുന്നത്? ഇവിടുത്തെ പ്രശ്നം ഇപ്പോഴും ഇവർ മറച്ചു വെക്കാൻ ശ്രമിക്കുന്നത് എന്താ? നേരത്തെ പറഞ്ഞല്ലോ, ജനിച്ച കുഞ്ഞിനെ സംബന്ധിച്ച്
ജനിച്ച കുഞ്ഞിൻ്റെ പിതാവിനെ കുറിച്ച് റോജി ജോൺ ചോദിച്ചിട്ട് ജനിക്കാത്ത കുഞ്ഞിനെ കുറിച്ചാണ് ഇവരിപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഉദ്യോഗസ്ഥന്മാർ ചർച്ച ചെയ്തിട്ടുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ, പല സംഘടനകളുമായി ചർച്ച ചെയ്തിട്ടുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ആ ചർച്ചകളിൽ വന്നിട്ടുള്ള വിവരങ്ങളെല്ലാം ബന്ധപ്പെട്ട ഗവൺമെൻറ്റിനെ അറിയിക്കും. അതിലേത് സ്വീകരിക്കണം, ഏത് അംഗീകരിക്കണം, ഏത് തള്ളണം എല്ലാം ഗവൺമെൻറ് നയപരമായി തീരുമാനിക്കുന്നതല്ലേ. ഇവിടെ ഈ RS പിന്നെ വോട്ടറുകാരുടെ ആരെങ്കിലും പറഞ്ഞോ ഗവൺമെൻറ് ഞങ്ങൾ കാശ് കൊടുത്തെന്ന്, മന്ത്രിക്ക് കാശ് കൊടുത്തത് ആരെങ്കിലും പറഞ്ഞോ? അങ്ങനെ വാങ്ങിച്ചത് ആർക്കും തെളിയിക്കാൻ കഴിയുമോ? ഇല്ലാത്ത കാര്യം പറഞ്ഞിട്ടുള്ളതിനെക്കുറിച്ച്. പക്ഷേ ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം ഇപ്പോഴും ഉരുണ്ട് കളിക്കാൻ ശ്രമിക്കുന്നതാണെന്നറിയാമോ? ശബ്ദ സന്ദേശം പുറത്തു പോയതിനെക്കുറിച്ച് അന്വേഷിക്കാനാണ് മന്ത്രി ആവശ്യപ്പെട്ടെന്നാണ് ബഹുമാനപ്പെട്ട പിന്നെ പ്രമേയ അവതാരകരും പിന്നീട് പ്രതിപക്ഷ നേതാവും പറഞ്ഞത്. അദ്ദേഹം അതല്ലല്ലോ പറഞ്ഞത്. ഇല്ലാത്ത മദ്യനയത്തിൻ്റെ പേരിൽ നടന്നിരിക്കുന്ന വിവരത്തെ സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞെന്താ, ഇല്ലാത്ത മദ്യനയത്തെക്കുറിച്ച് പറഞ്ഞ് പണം പിരിക്കുവാൻ നടത്തുന്ന ശ്രമങ്ങളെക്കുറിച്ച് അന്വേഷിച്ച് നടപടി സ്വീകരിക്കണം. അതാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ആ ആവശ്യത്തെക്കുറിച്ചുള്ള അന്വേഷണമല്ലേ നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ല, ആ അന്വേഷണത്തിൽ ഒരു വിട്ടുവീഴ്ച സർക്കാർ എവിടെയെങ്കിലും വരുത്തുന്നുണ്ടോ? പ്രതിപക്ഷത്തിന് അങ്ങനെ സംശയമുണ്ട്. സർക്കാരിനെ കരിവാരി തേക്കാൻ നടത്തിയ ഒരു ശ്രമം അതിനകത്തുണ്ട്. ഇപ്പോൾ അസോസിയേഷനിലെ തർക്കമാകാം, പ്രശ്നമാകാം, പക്ഷേ അതിലൂടെ ബുദ്ധിമുട്ട് സംഭവിക്കുന്നത് എവിടെയാണ്? സർക്കാരിന് തന്നെയാണ്. സർക്കാരിനെ സംശയിക്കാൻ പ്രതിപക്ഷത്തിനടക്കം മാധ്യമങ്ങളുടെ ഒരു ആയുധം ആ ബാർ ഉടമ വെച്ചുകൊടുത്തു എങ്കിൽ ആ അന്വേഷണത്തിൽ ഒരു വിട്ടുവീഴ്ചയോ ഒരു ഉദാസീനതയോ സർക്കാരിനുണ്ടോ? അങ്ങനെ വന്നാൽ ആ സർക്കാരിനെ പ്രതിപക്ഷം സംശയിക്കുന്നതിൽ തെറ്റുണ്ടോ? ഒരു കാരണവശാലും അതിനകത്തൊരു വിട്ടുവീഴ്ച ഉണ്ടാകില്ലെന്ന് മാത്രമല്ല, ആ സംഭവവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിനെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇതിൻ്റെ റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ വളരെ ശക്തമായിട്ടുള്ള നടപടി സ്വീകരിക്കുമെന്നുള്ള കാര്യം പിന്നെയും മുഖ്യമന്ത്രി ആവർത്തിച്ച സമയം പറഞ്ഞിട്ടുണ്ട്. ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ആരോപണകർത്താക്കളെക്കാൾ ഗവൺമെൻറ്റിൻ്റെ പിന്നെ സത്യസന്ധതയും ഗവൺമെൻറ് ആ കാര്യത്തിലുള്ള നിലപാടും പൊതുസമൂഹത്തെ അറിയിക്കുവാനുള്ള വലിയ ബാധ്യതയുണ്ട്. കേരളത്തിലെ ഈ ഗവൺമെൻറ്റിനെതിരായിട്ട് എന്തെല്ലാം ആരോപണം, ഇതുപോലെ തന്നെയല്ലേ ഞാൻ ചോദിക്കട്ടെ, ആരോഗ്യമന്ത്രിക്കെതിരായിട്ടൊരു വലിയ ആരോപണം കൊണ്ടുവന്നായിരുന്നല്ലോ. പക്ഷേ ആരോപണ കർത്താവ് എന്താ പിന്നീട് അവസാനം ഓടിപ്പോയി കളഞ്ഞത്? അദ്ദേഹം തന്നെ അവസാനം പറഞ്ഞല്ലോ അതിനകത്ത് നടന്ന ഗൂഢാലോചനയും കാര്യങ്ങളും. അന്ന് ആരോഗ്യമന്ത്രിയാണ് കുരുക്കിന് പാകമായ കഴുത്തന്ന് കിട്ടിയില്ല. ആ കഴുത്ത് കിട്ടാൻ രണ്ടാമത്തെ കഴുത്ത്, യഥാർത്ഥത്തിലുള്ള കഴുത്ത് എവിടെയാണെന്നുള്ളത് അതാണ് ഈ ടൂറിസം മന്ത്രിയിൽ കേന്ദ്രീകരിക്കുന്നത്. കാരണം എന്താ, ഏത് കാലഘട്ടത്തിലും ഇപ്പോൾ ഞാൻ ഒറ്റ കാര്യം നിങ്ങളുടെ ശ്രദ്ധയപ്പെടുത്താം. ഈ ബാറുകളുടെ ക്ലാസിഫിക്കേഷൻ തീരുമാനിക്കുന്ന ആരാ? ശരി, ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റാ. അപ്പോൾ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റും പിന്നെ എക്സൈസ് വകുപ്പുമായിട്ടൊന്നും ഒരു ബന്ധമില്ലെന്ന് പറയുന്നത് ശരിയാണോ? എക്സൈസ് വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർ പരിശോധന നടത്തും. എന്നാൽ ക്ലാസിഫിക്കേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് അന്വേഷണം നടത്തി പരിശോധിച്ച് ആ ക്ലാസിഫിക്കേഷനിൽ പറഞ്ഞിരിക്കുന്ന മാനദണ്ഡങ്ങൾ മുഴുവൻ പാലിച്ചെങ്കിൽ മാത്രമേ ബാറുകൾക്ക് ലൈസൻസ് കൊടുക്കത്തുള്ളല്ലോ. ഇത് ഇന്നോ ഇന്നലെ നടക്കുന്നതാണോ? അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ ആ വകുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട്. എന്നാൽ ഇപ്പോഴത്തെ പ്രശ്നം എന്താ, ഇന്നിപ്പോൾ കേരളത്തിലെ ടൂറിസം വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് സഖാവ് മുഹമ്മദ് റിയാസ് ആയതുകൊണ്ട് മുഹമ്മദ് റിയാസിലേക്ക് ഇത് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതിൻ്റെ പിന്നിലുള്ള ഏറ്റവും വലിയ ചേതോവികാരം എവിടെയാണെന്ന് ഈ നാടിനറിയാം, ജനങ്ങൾക്കറിയാം. അവർ നടത്തട്ടെ, അവർ നടത്തിക്കൊണ്ടിരിക്കട്ടെ. പക്ഷേ ഇതുപോലെ പുറത്തു വരുമ്പോൾ അതെ, രാഷ്ട്രീയ താല്പര്യങ്ങളൊക്കെ ഉണ്ടാകാം. പക്ഷേ വസ്തുതകൾ മുൻനിർത്തി വേണം പ്രശ്നങ്ങൾ അവതരിപ്പിക്കാൻ എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അത് ആരായാലും. ഇല്ലെങ്കിൽ ആ വസ്തുതകളില്ല എന്ന് വരുന്നതോടുകൂടി തൽക്കാലത്തേക്ക് നേട്ടവും ലാഭവും ഒക്കെ പ്രതീക്ഷിക്കാം, അല്ലെങ്കിൽ തങ്ങൾ എന്തോ നേടുന്നു എന്ന് വിചാരിക്കാം. പക്ഷേ ഇന്ന് സഭയിൽ പോലും അത് കഴിയാത്ത വിധം വസ്തുതകൾ നിരത്തി കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതോടുകൂടി രാഷ്ട്രീയ ആരോപണങ്ങളുടെ ഗൗരവം വല്ലാതെ ചോർന്നു പോകുന്നു എന്ന പ്രശ്നം ഇന്ന് സഭയിൽ കണ്ടതാണ്. ഞാൻ അതിൻ്റെ രാഷ്ട്രീയമല്ല പറഞ്ഞത്, അതിൻ്റെ വേറൊരു നിരീക്ഷണ തലമാണ് പറഞ്ഞത്. ഞാൻ ശ്രീ ജയചന്ദ്രൻ, ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം മറുഭാഗം നേരത്തെ താങ്കൾ പറയാൻ വന്നു. ഇതിനെല്ലാം ആധാരമായി ഈ പണപ്പിരിവുമായി ബന്ധപ്പെട്ട് ഈ ശബ്ദരേഖ എന്താണ് വരാൻ പോകുന്നു മദ്യനയം. അതെന്ന് വെച്ചാൽ ഈ ഡ്രൈ ഡേ, ഇതിലെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആയിട്ടുള്ള ബാർ ഉടമകൾ എത്രയോ കാലമായി എല്ലാ തലങ്ങളിലും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ആവശ്യമാണ് ഡ്രൈ ഡേ പിൻവലിക്കൽ എന്നുള്ളത്. അതുപോലെ തന്നെ രസകരമായി എനിക്ക് തോന്നിയത് ഇതിൽ നിന്നാണ് ഈ പിരിവ്, ആ പിരിവിൻ്റെ ഒരു ഭാഗം ഇതിനോടകം തന്നെ എത്തിക്കഴിഞ്ഞു എന്ന നിലയിലൊക്കെ സർക്കാരിനെ ആക്ഷേപിക്കാൻ, മന്ത്രിമാരെ അതിൻ്റെ പേരിൽ ആ ഒരു ആരോപണത്തിൽ നിർത്താനൊക്കെ പ്രതിപക്ഷം ശ്രമിക്കുന്നത്. പക്ഷേ ഈ ഡ്രൈ ഡേയുടെ കാര്യത്തിൽ ഇന്ന് മന്ത്രി സഭയിൽ വെളിപ്പെടുത്തിയ കാര്യങ്ങൾ പ്രതിപക്ഷത്തെ സംബന്ധിച്ചൊരു തിരിച്ചടിയായി മാറിയോ? അതുപോലെ തന്നെ ഈ ബാറിൻ്റെ സമയവുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങളിൽ താരതമ്യം UDF-ഉമായി ബന്ധപ്പെട്ട് മന്ത്രി നടത്തുകയുണ്ടായി. ഈ ഘട്ടത്തിൽ ഞാൻ ചോദിക്കുന്ന ഒരൊറ്റ കാര്യമുള്ളൂ, ഈ ഡ്രൈ ഡേയുടെ കാര്യത്തിൽ UDF വെട്ടിലായോ മന്ത്രി വിശദീകരിച്ചതോടെ? രണ്ട്, ഈ ബാറിൻ്റെ സമയം അരമണിക്കൂറെങ്കിലും കുറയ്ക്കാൻ കഴിഞ്ഞത് തങ്ങൾക്കാണ്, ഈ സർക്കാരിൻ്റെ കാലത്താണ്, LDF-നാണ് എന്ന് മന്ത്രി പറഞ്ഞു, UDF-ൻ്റെ കാലത്ത് ഇതിനേക്കാൾ. അതുപോലെ ബാർ ലൈസൻസ് ഫീസിൻ്റെ കാര്യത്തിൽ അവർ ആ 5 വർഷക്കാലം കൂട്ടിയത് ഒരേ 1 ലക്ഷം രൂപ. ഈ 2 LDF സർക്കാരിൻ്റെ കാലത്ത് കൂടി 12 ലക്ഷം രൂപ വർദ്ധിപ്പിച്ചു.
അതടക്കം എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞു. അതുപോലെ സബ്സ്റ്റാൻഡേർഡ് ബാറുകൾക്ക് 6 മാസം ലൈസൻസ് നൽകാനാണ് ഉമ്മൻചാണ്ടി ആവശ്യപ്പെട്ടത് എന്ന് വന്നിട്ടുള്ള വാർത്തകളെ മന്ത്രി ഉദാഹരിച്ചു. അതുപോലെ തന്നെ UDF സർക്കാർ കൊണ്ടുവന്ന ജസ്റ്റിസ് രാമചന്ദ്രൻ കമ്മീഷൻ പറഞ്ഞു 3 സ്റ്റാർ മുതൽ മുകളിലോട്ടുള്ളവർക്ക് മാത്രം മതി ലൈസൻസ്, അതിന് താഴോട്ടുള്ളവർക്ക് പാടില്ല. അങ്ങനെ ഒഴിവാക്കിയ ബാറുകാർക്ക് ബിയർ വൈൻ ലൈസൻസ് അന്ന് UDF കൊടുത്തു. എന്നാൽ ജസ്റ്റിസ് രാമചന്ദ്രൻ കമ്മീഷൻ്റെ ശുപാർശ UDF നടപ്പാക്കിയില്ല. ആ ശുപാർശ നടപ്പാക്കിയത് പിന്നീട് വന്ന LDF സർക്കാരാണ് എന്നതടക്കമുള്ള ഒട്ടേറെ വിവരങ്ങൾ ഈ മേഖലയുമായി ബന്ധപ്പെട്ട് ഇന്ന് സഭയിലേക്ക് വരുന്ന സാഹചര്യം കൂടി ഉണ്ടായില്ലേ? ഞാൻ ശ്രീ എം ജയചന്ദ്രനിലേക്കാണ് വരുന്നത്. അവിടെയും നമ്മൾ മന്ത്രി പറഞ്ഞതൊന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഞാൻ താങ്കളുടെ അടുത്തേക്ക് വരുന്നതിന് മുമ്പ് ഇതേക്കുറിച്ച് മന്ത്രി പറഞ്ഞതൊന്ന് കണ്ടുകൊണ്ട് വരാം വേഗം. ഡ്രൈഡേയുടെ കാര്യത്തിലേക്ക് വരാം. വലിയൊരു ആക്ഷേപം അതാണല്ലോ, ഡ്രൈഡേ. സർ, ഈ സർക്കാർ ഡ്രൈഡേ പിൻവലിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, അതിനെക്കുറിച്ചൊരു പ്രാഥമികാലോചന പോലും നടത്തിയിട്ടില്ല. പക്ഷെ പിൻവലിച്ചവരുണ്ട്, അത് ഞങ്ങളല്ല. ഡ്രൈഡേ കേരളത്തിൽ പിൻവലിച്ചത് നിങ്ങളാണ്. 2014 അതാ പറയുന്നത്, ഇനിയും വരാനുണ്ട്, ക്ഷമയോടെ കേൾക്കണമെന്ന്. 2014 കേരളത്തിന്റെ ചരിത്രത്തിൽ മുമ്പുണ്ടായിട്ടുണ്ടെന്നറിയില്ല, 1 കൊല്ലം 3 മദ്യനയം. 1 കൊല്ലം 3 മദ്യനയം. അത് 3 പിരിവിനാണോ എന്ന് ഞാൻ ചോദിക്കുന്നില്ല. 2014 ഫെബ്രുവരിയിൽ ഒരു മദ്യനയം, 2014 ഓഗസ്റ്റ് 3 മാസം കൂടുമ്പോൾ മദ്യനയം ഉണ്ടാക്കിയൊരു കാലം നിങ്ങളല്ലാതെ മറ്റാരെങ്കിലും ചെയ്തിട്ടുണ്ടോ? 2014 ഫെബ്രുവരിയിൽ 1, അത് കഴിഞ്ഞ് ഓഗസ്റ്റ് 22 വേറൊരു മദ്യനയം. ഓഗസ്റ്റ് 22 മദ്യനയത്തിൽ എന്താ പറഞ്ഞത്? ഓഗസ്റ്റ് 22 മദ്യനയത്തിൽ എല്ലാ ഞായറാഴ്ചകളും ഡ്രൈഡേ ആയി പ്രഖ്യാപിച്ചു. ഇല്ലേ? ബഹുമാനപ്പെട്ട മന്ത്രി ഇവിടെ ഇരിക്കില്ല. അന്നത്തെ എല്ലാ ഞായറാഴ്ചകളും ഡ്രൈഡേ ആയി പ്രഖ്യാപിച്ചു. അപ്പൊ എത്ര ഞായറാഴ്ച ഒരു കൊല്ലം വരും? 52 ഞായറാഴ്ച വരും. 4 മാസം കഴിഞ്ഞപ്പോൾ ഡിസംബർ 20-ന്, എപ്പോ 2014 ഡിസംബർ 20-ന് വീണ്ടും ഒരു മദ്യനയം, 3ാമത്തെ മദ്യനയം. എന്തിനു വേണ്ടി? ഒറ്റ കാര്യത്തിന് വേണ്ടി. സർ, ജനം മനസ്സിലാക്കണം, ഒറ്റ കാര്യത്തിന് വേണ്ടി, ഈ ഡ്രൈഡേ മുഴുവൻ പിൻവലിക്കാൻ വേണ്ടി മാത്രം 3ാമത്തെ ഒരു മദ്യനയം. എത്ര ഡ്രൈഡേ? 52 ഡ്രൈഡേ. 52 ഡ്രൈഡേ പിൻവലിക്കുന്നതിന് എത്ര പിരിച്ചു, എത്ര വാങ്ങി എന്നൊന്നും ഞാൻ ചോദിക്കുന്നില്ല. പക്ഷെ നിങ്ങളുടെ ചോദ്യം തിരിഞ്ഞു കുത്തും എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം. ശ്രീ എം ജയചന്ദ്രൻ, ഇതേക്കുറിച്ച് ശരത്ത്, ഇതിൽ ഇപ്പം ഈ പറഞ്ഞ മെയ് 21 യോഗം ഉണ്ടല്ലോ, അന്ന് എന്താണ് അവിടെ സംഭവിച്ചത്? നേരത്തെ ഞാൻ പറഞ്ഞിട്ടില്ലെങ്കിലും കുറച്ചുകൂടെ വിശദമാക്കി പറയാം. അത് മുൻപ് ചർച്ചകൾ പറഞ്ഞിട്ടുള്ളതാണെങ്കിലും ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം, ഈ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ സംബന്ധിച്ചുള്ള പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ ഡ്രൈഡേയിൽ മദ്യം വിൽക്കാൻ പാടില്ല എന്ന് ഇപ്പം ഡ്രൈഡേ കണക്കാക്കിക്കൊണ്ട് തലേ ദിവസം മദ്യം വാങ്ങിച്ചു വെക്കുന്നവരുണ്ട്, പിറ്റേ ദിവസം ബ്ലാക്കിൽ മദ്യം വാങ്ങിക്കുന്നവരുണ്ട്. അതൊക്കെ അറിയാം, നമുക്കെല്ലാവർക്കും അറിയുന്നതാണല്ലോ. പക്ഷേ പ്രശ്നമെന്ന് പറഞ്ഞാൽ ഈ ഡ്രൈഡേയിൽ മദ്യപിച്ചാൽ, ഇപ്പോൾ അത് ഹോട്ടലിൽ ഇരുന്നാണെങ്കിലും ശരി, ഹൗസ് ബോട്ടിൽ ഇരുന്നാണെങ്കിലും ശരി, എക്സൈസിനും പോലീസിനും അത് ജാമ്യമില്ലാത്ത കുറ്റമായിട്ട് ചുമത്താവുന്ന ക്രൈമാണ് ഈ ഡ്രൈഡേയിൽ മദ്യപിച്ചാലുള്ള പ്രശ്നം. അത് ഈ ഫോറിൻ ടൂറിസ്റ്റുകളെയും ഇൻലാൻഡ് ടൂറിസ്റ്റുകളെയും സ്വീകരിക്കുന്ന നമ്മുടെ നാടിന് ഒരുപോലെ വലിയ പ്രത്യാഘാതം ഉണ്ടാക്കുന്നുണ്ട് ആ ദിവസങ്ങളിലെ ഈ കേസും കൂട്ടവും വഴക്കും ഒക്കെ. അതാണ് ഈ 2014 ഡിസംബർ 20-ന് പിൻവലിക്കാൻ ഇടയാക്കിയ കാരണം പറഞ്ഞപ്പോഴും ഇതേ കാരണം അന്ന് UDF ഗവൺമെൻറ് പറഞ്ഞത്. ഇന്ന് ഗവൺമെൻറ്, ഞാനീ പറഞ്ഞ കാര്യം ഗവൺമെൻറ് ഇതുവരെ പറഞ്ഞിട്ടില്ല, പക്ഷേ UDF ഗവൺമെൻറ് അന്ന് പറഞ്ഞിരുന്നു. ഇതാണ് പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് അന്ന് ചൂണ്ടിക്കാണിച്ചത്, പിൻവലിക്കാനായിട്ട്. ആ പ്രശ്നം മെയ് 20 യോഗത്തിൽ വന്നിട്ടുണ്ടെന്നേ, അത് വരണ്ടേ? പിന്നെ അത്തരം കാര്യങ്ങൾ വരുമ്പോഴേക്ക് അത് ഗവൺമെൻറ്റിലേക്ക് ഡിസിഷനായിട്ടല്ല സജഷനായിട്ടാണ് പോകുന്നത്. അതിനാണല്ലോ IAS-കാരനെ ആ വകുപ്പിൻ്റെ ചുമതല കൊടുത്ത് ഭരിക്കാൻ ഏൽപ്പിക്കുന്നത്. അത്തരം സജഷൻസ് അത്തരം മീറ്റിങ്ങുകളിലൂടെ ഉണ്ടാവണം. ആ സജഷൻസ് ഗവൺമെൻറ്റിന് സ്വീകരിക്കുകയോ നിരാകരിക്കുകയോ ചെയ്യാം. അത് ഗവൺമെൻറ് ഡിസ്ക്രിഷണറി പവറാണ്. അതാണ് ചെയ്യുന്നത്. അതുതന്നെയാണ് UDF ഗവൺമെൻറ് ചെയ്തിരുന്നത്. അത് കുറേ കൂടെ ഭംഗിയായിട്ടാണ് LDF ഗവൺമെൻറ് ചെയ്യുന്നതെന്നുള്ളതാണ് ഇന്ന് MP രാജേഷ് നിയമസഭയിൽ സുവ്യക്തമായി നിലപാട് വ്യക്തമാക്കിയത്. അതോടുകൂടി സംഭവിച്ചത് എന്താണെന്നറിയാമോ? വളരെ വലിയൊരു ഐ ഓപ്പണറായി ഈ MP രാജേഷിൻ്റെ നിയമസഭയിൽ ഇന്നത്തെ പ്രസംഗം പല കാര്യങ്ങൾക്കും. ഇതിന്ന് പറയുമ്പോൾ ഇപ്പോൾ ഞാൻ ഒരു കാര്യം കൂടെ ഇതിനോടൊന്നും കൂട്ടിച്ചേർക്കാനുണ്ട് ശരത്ത്. എന്താണെന്നറിയാമോ? ശ്രീ റോണി കെ ബേബി ഒരാവശ്യവുമില്ലാതെ നമ്മുടെ മുൻകാലത്തെ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു. അത് കേട്ടപ്പോൾ ഞാൻ ഇന്ന് ഓർത്തത്, ഇന്ന് രാവിലെ അവിടെ സംഭവിച്ച നിയമസഭയിൽ നടന്ന ചില സംഭവവികാസങ്ങളാണ്. ഒരാവശ്യമില്ലാതെ KM മാണി സാറിനെ പിടിച്ചു വലിച്ചിടുകയാണ് ഈ പ്രമേയ അവതാരകനും പിന്നീട് പ്രതിപക്ഷ നേതാവും. എന്ത് കാര്യത്തിലാണ് മരിച്ചുപോയ ആ മനുഷ്യനെ വലിച്ചിടുന്നത്?
ഈ മാണിസാറിൻ്റെ കാര്യത്തിലേക്ക് മാത്രം ഞാൻ വിശദമായിട്ട് പോകുന്നതേ ഇല്ല. ഇങ്ങനെ ചുരുങ്ങിയ ചില കാര്യങ്ങൾ പറയാതിരിക്കാൻ കഴിയില്ല. പിന്നെ ജി കാർത്തികേയൻ്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട് അമേരിക്കയിൽ പോയി തിരിച്ചു വരുന്നതിന് ശേഷം എയർപോർട്ടിൽ വന്ന് ഇറങ്ങുമ്പോഴാണല്ലോ മാണിസാറിനെതിരെ ക്വിക്ക് വെരിഫിക്കേഷന് അന്നത്തെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഉത്തരവിടുന്നത്. അന്വേഷിക്കണ്ടേ അത്? ഞാനിപ്പോൾ ഈ ചർച്ചയിൽ പറയുകയാണ്, ഈ ഗവൺമെൻറ്റിനെങ്കിലും അന്വേഷിക്കാൻ തയ്യാറാവണം. ഒന്ന്. രണ്ടാമത്, ഒരു ചർച്ചയിൽ മനോരമ ചാനലിൻ്റെ ചർച്ചയിലാണല്ലോ ഒരു ഓഗസ്റ്റ് 30 ഈ വിഷയം വരുന്നത്. ചർച്ചയിൽ അവതാരക ചോദിക്കുകയാണ്, ബിജു രമേശ് ഉണ്ട്, അപ്പോഴാണ് ബോംബ് പോലെ വീഴുന്ന ഈ സംഭവം, ഏതാ ബാർക്കോഴ. അപ്പോൾ ചോദിക്കുകയാണ്, പിന്നെ ഒരു മന്ത്രി പൈസ വാങ്ങിച്ചു എന്നിട്ട് ബിജു രമേശ് പറയുന്നു. അപ്പോൾ അവതാരക ചോദിക്കുകയാണ്, അത് ധനമന്ത്രി കെ എം മാണിയാണോ? അതങ്ങനെ അവർക്കൊരു ധാരണ ഉണ്ടാവുന്നത്. സാധാരണഗതി അത്രയൊരു ചോദ്യം സ്വാഭാവികമായിട്ടും വരേണ്ടത് അത് എക്സൈസ് മന്ത്രി കെ ബാബു ആണോ എന്നല്ലേ ചോദിക്കേണ്ടത്. അതിന് പകരം അവതാരക നേരെ അങ്ങ് ചോദിക്കുകയാണ്, ധനമന്ത്രി കെ എം മാണിയാണോ? അപ്പോൾ അതിനൊരു ഗൂഢാലോചനയില്ല, അത് അന്വേഷിക്കണം. എൻ്റെ അഭിപ്രായം അന്വേഷിക്കണം എന്നാണ്. ഇത്തരം കാര്യങ്ങളാണ് അവിടെ അന്വേഷിക്കേണ്ടത്. കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് സ്വന്തം ഘടകകക്ഷി നേതാവിനെതിരെ മാധ്യമങ്ങളുമായിട്ട് ചേർന്ന് അതേ ഗവൺമെൻറ് നടത്തിയ ഗൂഢാലോചന, ആ പണിയൊന്നും ഇവിടെ ആരും നടത്തിയിട്ടില്ലല്ലോ. അതല്ലേ ഏറ്റവും പ്രധാനം. ഇത്തരം കാര്യങ്ങളാണ് ഈ ബാർക്കോഴ 2.0 എന്ന് പറഞ്ഞ് കൊണ്ടുവന്ന സാധനം ചീറ്റിപ്പോകാൻ ഇടയാക്കിയിട്ടുള്ളത്. ആ ചീറ്റിപ്പോയത് സുവ്യക്തമായി മന്ത്രി മറുപടി പറഞ്ഞതോടുകൂടി ഞാനീ പറഞ്ഞതുപോലെ വളരെ വലിയൊരു ഐ ഓപ്പണറായത് മാറുകയും ചെയ്തിട്ടുണ്ട്. എന്ന് മാത്രമല്ല, ഒറ്റ കാര്യം, ഈ ഒരു വിഷയം കൂടെ, ഇത് മുൻ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് സംഭവിച്ച ഈ ഒരു അപാകതകൾ അന്വേഷിക്കണം എന്നും കൂടെ ഒരു അഭിപ്രായം ഞാനിവിടെ പങ്കുവെക്കുക. നേരത്തെ താങ്കൾ അത് സൂചിപ്പിച്ചു. ഏതായാലും അതൊരു രാഷ്ട്രീയ തീരുമാനം വരേണ്ടത് തന്നെയാണ്. എന്ത് നിലയ്ക്കും അതാവട്ടെ, വരട്ടെ എന്ന് മാത്രമേ അതേക്കുറിച്ച് പറയാനോ. നമുക്ക് വേഗം ഈ ചർച്ചയുടെ അവസാന ഘട്ടത്തിലേക്ക് വരാം. ശ്രീ റോണി കെ ബേബി, ഇന്ന് യഥാർത്ഥത്തിൽ പ്രതിപക്ഷത്തിൻ്റെ ചെലവിൽ സർക്കാരിന്, എക്സൈസ് വകുപ്പിന് യഥാർത്ഥത്തിൽ കേരളത്തിൽ ബാറുകാരെ സഹായിക്കുന്നത് നിങ്ങളാണ്, UDF ഭരണകാലത്താണ് എന്നുള്ളത് ഈ സർക്കാരിനും എക്സൈസ് മന്ത്രിക്കും നന്നായി പറഞ്ഞു വെക്കാനായി. ഞാൻ അതിൻ്റെ ചില സൂചനകൾ മുമ്പ് സൂചിപ്പിച്ചിരുന്നു. ഡ്രൈ ഡേയിൽ യഥാർത്ഥത്തിൽ നിങ്ങൾ വെട്ടിലായി. 3 മദ്യനയം കൊണ്ടുവന്ന വർഷം, അതിൽ ഡ്രൈ ഡേ 53 ഞായറാഴ്ചകൾ ഒഴിവാക്കിയ കൂട്ടരാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് കർണാടകയിൽ ഒറ്റ ഡ്രൈ ഡേ ആണ് വർഷത്തിലുള്ളത്. തമിഴ്നാട്ടിൽ 8 എണ്ണം, വർഷത്തിൽ 8 ഡ്രൈ ഡേ ആണുള്ളത്. ഗോവയിലേക്ക് പോയാൽ 1, കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ. അതുപോലെ ഈ ബാർ ശബ്ദരേഖയും കോലാഹലവും ഒക്കെ വന്ന കാലത്ത് തന്നെ 87 ബാർ ലൈസൻസുകൾ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് എന്ന് എക്സൈസ് മന്ത്രി ഉത്തരവാദിത്തത്തോടെ സഭയിൽ പറയുന്നത് കേരളം കേട്ടു. അതുപോലെ തന്നെ GST വകുപ്പിൻ്റെ ഇൻസ്പെക്ഷനുകൾ ശക്തമായി നടന്നു. ടേൺ ഓവർ ടാക്സിൻ്റെ കാര്യത്തിൽ വളരെ കർക്കശമായ നിലപാട് സ്വീകരിക്കുന്നു. KGST പെനാൽറ്റി നീക്കം, 16 ബാറുകളുടെ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്തു ഈ കാലയളവിൽ. അതുപോലെ തന്നെ ജസ്റ്റിസ് രാമചന്ദ്രൻ കമ്മീഷൻ UDF കൊണ്ടുവന്നാണ്. ആ ശുപാർശ നടപ്പാക്കിയത് UDF ഗവൺമെൻറ് അല്ല, പിന്നീട് വന്ന സർക്കാരാണ്. UDFൻ്റെ കാലത്തെ ബാറുകളുടെ എണ്ണം ഇന്നത്തതുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇതിനേക്കാൾ കൂടുതലായിരുന്നു. കണക്കടക്കം മന്ത്രിസഭയിൽ സൂചിപ്പിച്ചു. അപ്പോൾ പ്രതിപക്ഷത്തിൻ്റെ ചെലവിൽ സർക്കാരിന് എക്സൈസ് നയവുമായി ബന്ധപ്പെട്ട് ബാർ പരിലാളനം നിങ്ങളുടെ കാലത്താണ് കൂടുതലെന്ന് സർക്കാരിന് നന്നായി പറയാനായി. ശരത്തെ, മന്ത്രി വലിയ അവകാശവാദങ്ങളൊക്കെ പറയുണ്ടായി. 1 ലക്ഷം രൂപയായിരുന്ന ബാർ ലൈസൻസ് ഫീ 11 ലക്ഷം രൂപയാക്കിയെന്നും വലിയ നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നു എന്നൊക്കെ പറയുണ്ടായി. അങ്ങനെയല്ല, വകുപ്പ് സെക്രട്ടറിയുടെ ശുപാർശ ബാർ ലൈസൻസ് അപ്പോൾ ഉള്ളത് 3 ലക്ഷം കൂടി കൂട്ടണമെന്നാണ്. പക്ഷേ ആകെ 1 ലക്ഷം രൂപയാണ് 5 വർഷത്തിനിടയിൽ കൂട്ടിയത് UDF. ബാർ മുതലാളിമാർക്ക്, ഉടമകൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നൊരു തീരുമാനമാണ്. അതുകൊണ്ട് അതിന് തയ്യാറായില്ല. ഈ 8 വർഷം പിന്നിട്ട ഈ സർക്കാർ ഇതിനോടകം 12 ലക്ഷം രൂപ ബാർ ലൈസൻസ് ഫീസ് കൂട്ടിയിട്ടുണ്ട് 2 തവണയായി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. 7 ലക്ഷം കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തും ഇപ്പോൾ ഈ 2 വർഷം പിന്നിടുമ്പോൾ 5 ലക്ഷം, അങ്ങനെ 12 ലക്ഷം. UDF വെറും 1 ലക്ഷം. ഇതാ പറഞ്ഞു. അതൊക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷെ ഒരു വളരെ ഇഷ്ടപ്പെടാത്തതുകൊണ്ട് അതവിടെ നിൽക്കട്ടെ, ഞാൻ പറയുന്നില്ല. അതല്ല, അതിനേക്കാളും വളരെ ഗൗരവമായ ഒരു കാര്യം എനിക്ക് പറയാനുള്ളതുകൊണ്ടാ. ഇത് വെച്ചിട്ട് വേണം താല്പര്യങ്ങൾ നിങ്ങൾ ആരോപിക്കുന്നത് വസ്തുതാപരമാണോ ജനങ്ങൾ. 12 ലക്ഷം നിൽക്കട്ടെ. ഞാൻ കോടികളുടെ കണക്ക് പറയാം സ്ഥലത്തെ, കോടികളുടെ കണക്ക് പറയാം. ഈ പറഞ്ഞ ടേൺ ഓവർ ടാക്സ് 1 വർഷമായി റോജി എം ജോൺ നിയമസഭയിൽ ചോദിച്ചിട്ട് ഈ സർക്കാരിന്റെ കാലത്ത് ഈ ബാറുകളിൽ നിന്ന് ടേൺ ഓവർ ടാക്സ് എത്ര രൂപ പിരിച്ചെടുത്തു? ഇന്നേ വരെ മന്ത്രിക്ക് ആ കണക്ക് പറയാനായിട്ട് കഴിയില്ല. അതിന്റെ ഭാഗമായിട്ടാണ് 16 ബാറുകളുടെ രജിസ്ട്രേഷൻ പിൻവലിച്ചു. 16 ബാറുകളുടെ ആണെന്നേ. നിങ്ങൾ ഈ വിവാദം പറയുമ്പോൾ 87 ബാർ ലൈസൻസുകൾ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് എന്ന് ഒരു മന്ത്രി സഭയിൽ പറഞ്ഞാൽ അത് തെറ്റാണെങ്കിൽ പ്രതിപക്ഷത്തിന് അതും വലിയ അവസരമാണ്, ആയുധമാണ്. അതല്ലെന്നല്ലേ ഇതിനർത്ഥം. നിങ്ങൾ ആരും തർക്കിച്ചില്ല സഭയിലപ്പോ. പ്രതിപക്ഷത്തെ ഒരാളും ഈ പറഞ്ഞ റോജി എം ജോണോ VD സതീശനോ ഈ പറഞ്ഞ ടേൺ ഓവർ ടാക്സുമായി ബന്ധപ്പെട്ട് മന്ത്രി സംസാരിച്ചപ്പോൾ താങ്കൾ പറഞ്ഞ പോലെ തർക്കിച്ചില്ലല്ലോ, വഴങ്ങിക്കൊടുക്കുമായിരുന്നല്ലോ, ചോദ്യം ചോദിക്കാമായിരുന്നല്ലോ. എന്തുകൊണ്ട് പ്രതിപക്ഷ നേതാവ് ചെയ്തില്ല?
ബഹുമാനപ്പെട്ട ചിത്രരഞ്ജൻ MLA ഇവിടെ ഉണ്ടല്ലോ, ഒരു വർഷം മുമ്പ് ആ. റോജി എം ജോൺ നിയമസഭയിൽ ചോദിച്ച ചോദ്യമാണ്, ടേൺ ഓവർ ടാക്സ് ഇനത്തില് ഈ സർക്കാരിന് എത്ര കോടി രൂപ പിരിഞ്ഞു കിട്ടി? ഇന്നേ വരെ ആ ഒരു കണക്ക് ഈ നിയമസഭയിൽ വെക്കുവാനായിട്ട് ബഹുമാനപ്പെട്ട എന്നിട്ടെന്താ ഇന്നത് ഈ ചോദിക്കാൻ പറഞ്ഞ ഇന്ന് ചോദിച്ചില്ല, ഇന്ന് ചോദിച്ചിട്ടില്ല. ഒരു കാര്യം പറയട്ടെ, ഞാൻ ചോദിക്കാം, സഭയിൽ ചോദിക്കണ്ടേ? ഒരു കാര്യം ഞാൻ പറയട്ടെ, ശരത്തെ ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ. 47 ബാർ ഉണ്ടായിരുന്നു, ഇപ്പോൾ 802 ബാറായി. സർക്കാർ പറയാ UDF കാലത്തോ റോണി 842 ബാറുകൾ, UDF കാലത്ത് 842 842 ബാറുകൾ, ഇന്ന് 802 ബാറുകൾ. ഞാൻ ഉത്തരം പറയാം. ജയേന്ദ്ര മാഷ് പറഞ്ഞു ഒരു വർഷം 3 അബ്കാരി നയം എങ്ങനെ ഉണ്ടായി? സുപ്രീം എങ്ങനെയുണ്ടായി? നിങ്ങൾ തമ്മിൽ തല്ലിട്ട് അന്ന് വന്ന ഒരു ഗുരുതര വാർത്ത ഞാൻ പറയാം. അന്ന് മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി സബ്സ്റ്റാൻഡേർഡ് ബാറുകൾക്ക് 6 മാസം ലൈസൻസ് നൽകണം എന്ന് ആവശ്യപ്പെട്ടു. അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സബ്സ്റ്റാൻഡേർഡ് ബാറുകൾ എന്ന് പറഞ്ഞാൽ ഗുണനിലവാരമില്ലാത്ത ബാറുകൾ, അവർക്ക് നിങ്ങൾ ബിയർ വൈൻ ലൈസൻസ് നൽകി. സുപ്രീം കോടതിയുടെ വിധിയുടെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്ന നിലവാരമില്ലാത്ത ബാറുകൾ അടച്ചുകൂട്ടാൻ സർക്കാർ എന്നിട്ട് എന്തുകൊണ്ടാണ് ജസ്റ്റിസ് രാമേന്ദ്രൻ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കാതിരുന്നത്? എന്തുകൊണ്ടാണ് നിങ്ങൾ കൊണ്ടുവന്ന കമ്മീഷന്റെ റിപ്പോർട്ട് നിങ്ങൾ നടപ്പാക്കാതിരുന്നത്? അതിനു മുമ്പ് തന്നെ പറ്റുമായിരുന്നു. നോ, അത് കളവാണ്. ഇത് 2014 സംഭവമാണ്. സർക്കാർ മാറുന്നത് 2016 ഇവിടെ പറയുന്ന ഈ 2015 കാര്യമൊക്കെയാണ് ഇവിടെ സംസാരിക്കുന്നത്, അല്ലെങ്കിൽ ഈ പറയുന്ന അബ്കാരി നയത്തിൽ മാറ്റം ഉണ്ടായത്. അപ്പോൾ അന്ന് കേരളത്തിലുണ്ടായ മദ്യവ്യവസായ പ്രതിസന്ധി ഉണ്ടായപ്പോഴാണ് ഇങ്ങനെ ഒരു കമ്മീഷനെ സർക്കാർ നിയോഗിച്ചത്. ഈ ഒരു കാര്യം വളരെ കൃത്യമായി, കാരണം ഇവിടെ 800-ൽ പരം ബാറുകൾ ഉണ്ടായിട്ടും മദ്യത്തിന്റെ ഉപഭോഗം കുറയുന്നു എന്ന് പറയുമ്പോൾ ഈ പറയുന്ന ബിവറേജ് കോർപ്പറേഷൻ എടുക്കുന്നതിൽ കൂടാതെ സെക്കൻഡ്സ് ഈ ബാറുകൾ വിൽക്കുന്നു. അതുകൊണ്ടാണ് ഈ ടേൺ ഓവർ സഭയിലും പ്രതിപക്ഷ നേതാവിന്റെ വാദം രൂപയാണ് സർക്കാരിന് വരേണ്ട എഴുതി തള്ളുന്നത്. വേഗത്തിൽ മറുപടി. 2024 മാർച്ച് മാസത്തിൽ മാത്രം ഇന്ന് നിയമസഭയിൽ മന്ത്രി പറഞ്ഞതാണ് 3,05,00,000 രൂപയാണ് ടേൺ ഓവർ ടാക്സിന്റെ തട്ടിപ്പ് പിടിച്ചത്. ഈ 2024 മാർച്ച് എന്ന് മാത്രമല്ല, അദ്ദേഹം മനസ്സിലാക്കേണ്ടത് ഈ കുടിശ്ശികയുമായി ബന്ധപ്പെട്ട് നികുതി പിരിവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ടേൺ ഓവർ ടാക്സുമായി ബന്ധപ്പെട്ട് സഹായിക്കുന്നു ബാർ ഉടമകളെ എന്ന് പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷവും ആരോപണം ഉന്നയിച്ചല്ലോ. പക്ഷേ മന്ത്രി ഇത് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ ഈ ചൂണ്ടിക്കാണിച്ച 3,05,00,000 രൂപയുടെ ടേൺ ഓവർ ടാക്സ് അത് കണ്ടെത്തിയെന്ന് മാത്രമല്ല, എല്ലാ വിഭാഗത്തിനും നമ്മൾ ഈ ആംനസ്റ്റി കൊടുത്തു. പക്ഷേ ബാറുകാർക്ക് മാത്രം അത് കൊടുക്കാൻ തയ്യാറായില്ല. പകരം എന്താ ചെയ്തത്? നികുതി കുടിശ്ശികയ്ക്കുള്ള ആ സ്ഥാപനങ്ങൾക്ക് മേൽ ജപ്തി നടപടികൾ സ്വീകരിക്കുന്നതിന് വേണ്ടിയാണ് ഈ ഗവൺമെൻറ് നടപടി സ്വീകരിച്ചത്. ഇത്ര കർക്കശമായ നടപടി ഏത് കാലത്ത് ചെയ്തിട്ടുണ്ട്? നികുതി കുടിശ്ശിക വരുത്തിയ 16 ബാറുകൾ, അതിൻ്റെ KGST രജിസ്ട്രേഷൻ, ആ രജിസ്ട്രേഷൻ റദ്ദ് ചെയ്തില്ലേ? പിന്നെ ഇതെല്ലാം പറഞ്ഞപ്പോൾ ഞാൻ ആ സഭയിൽ നേരത്തെ ശരത്ത് പറഞ്ഞ പോലെ വളരെ സൂക്ഷ്മതയോട് ശ്രദ്ധയോടുകൂടെ കേട്ടിരിക്കുക. അപ്പോൾ പ്രതിപക്ഷ നേതാവ് പറഞ്ഞെന്താണെന്ന് അറിയാമോ? ഇതെല്ലാം പറഞ്ഞപ്പോൾ സന്തോഷം. എന്താ ഇത്രയും നടപടികൾ സ്വീകരിച്ചു എന്ന് പറയുമ്പോൾ സന്തോഷമെന്ന് സഭയിൽ പറയേണ്ടി വന്നു. പ്രതിപക്ഷ നേതാവിന് സന്തോഷമായെന്നേ. കാരണം വെച്ചാൽ ഗവൺമെന്റ് ആക്ട് ചെയ്തിരിക്കുന്നു എന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു. പ്രതിപക്ഷ നേതാവിന് സന്തോഷമായിട്ട് റോണിക്ക് സന്തോഷമായില്ലേ? അദ്ദേഹം നിങ്ങളുടെ നേതാവ് അംഗീകരിച്ചാലെങ്കിലും നിങ്ങൾ അംഗീകരിക്കില്ല. അദ്ദേഹം പറഞ്ഞു സന്തോഷം, ഇത്രയൊക്കെ പിടിച്ചോ, ഇന്ന നടപടി സ്വീകരിച്ചോ എന്ന് ചോദിച്ചപ്പോ പറഞ്ഞു സന്തോഷം. റൈറ്റ്. നമുക്ക് നമ്മുടെ സമയത്തിനകത്ത് ചർച്ച അവസാനിപ്പിക്കാം. സന്തോഷം. ഏതായാലും സഭയ്ക്കകത്ത് നടന്ന വിഷയങ്ങൾ കൂടി, വിവരങ്ങൾ കൂടി, വസ്തുതാപരമായി വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നൊരു ഘട്ടത്തിലേക്ക് ഉന്നയിച്ചതിനും വിവരങ്ങൾ പങ്കുവച്ചതിനും ശ്രീ ചിത്തരഞ്ജൻ. ന്യൂസ് ആൻഡ് വ്യൂസ് അവസാനിക്കുന്നു.